ചെല്ല് ബിസിയുടെ ಬಗ್ಗೆ അവർക്ക് ചൊന്നിട്ട് ഇൻഷാല്ല നിപ്പാട്ടെ അള്ളാഹു താല കേൾക്കുകയും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. മനുഷ്യ ഈ ഭൂമിക്ക് വന്നിട്ട് ജന്തു 3 ജീവന അവനക്ക് ഉണ്ട്. അതിലൊന്നായിട്ടിക്കറ് ആലമ ദുനിയ, രണ്ടാമത്തെ ജീവനായിട്ടിക്കറ് ആലമുൽ ബർസഖി, മൂന്നാമത്തെ ജീവനായിട്ടിക്കറ് ആലമുൽ ഖറാർ. ഞങ്ങിപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിലുള്ള ആലമ ദുനിയ. ಇದಕ್ಕೆ മുന്നുള്ളൊരു ജീവിതം പോയിട്ട് ഞങ്ങൾ ഒമ്പടെ വേത്ര ഒരു ഒലിമ്പ് തിങ്കൾ ഞങ്ങൾ ഇന്ന, പക്ഷെ അത് നെനപ്പില്ല ഞങ്ങൾക്ക്. അതിർകാലം മുന്നുള്ളൊരു ജീവിതം കഴിഞ്ഞ് പോയിട്ട് ആലമുൽ അർവാഹ്, പക്ഷെ അതും ഞങ്ങൾക്ക് വലിയൊരു നെനപ്പില്ല. ഈ ദുനിയാവിടെ ഞങ്ങൾക്ക് കറക്റ്റ് നെനപ്പുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതിൽ മുട്ട നിൽക്കുന്ന ഒരു ജീവിതമായിട്ടിക്കറ് ആലമുൽ ബർസഖി. സാധാരണയായിട്ട് സ്വർഗ നറകാണ്ടെല്ലാം ചൊല്ലുമ്പോൾ ഞങ്ങൾ വിചാരിக்கிறோம் അത് കുറേ വർഷങ്ങളുണ്ടല്ലേ, പിന്നത്തെ വിഷയമല്ലേ. പക്ഷെ ആലമുൽ ബർസഖി ചൊല്ലത് അത് ഞങ്ങളോ നെക്സ്റ്റ് ചിലപ്പോൾ 4 ആയെങ്കിൽ പോയിട്ട് ആ ജീവിതം, ചിലപ്പോൾ എൻ്റെ 3 ആയെങ്കിൽ പോയിട്ട് ആ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ജേർണിക്ക് എത്തും, ആ ഒരു സ്റ്റേഷനിക്ക് എത്തും. ചെമ്മ ടൈമൊന്നും വേണ്ട. ഞങ്ങൾ ജെറിൽ ഒരാൾ മൗത്തൈത്ത്, ഉച്ചയാകുമ്പോൾ മൗത്തൈത്ത്, അസറാകുമ്പോൾ അടക്കിട്ടായിട്ട് അത്ര സ്പീഡ്. അപ്പോൾ ചിലപ്പോൾ 4 ഞങ്ങൾ എത്തനായോ ആ ലോകത്തെ ಬಗ್ಗೆ എന്തെങ്കിലും ഞങ്ങൾ പഠിക്കാണ്ട് ഞങ്ങൾ പോയെങ്കിൽ വലിയൊരു നാശമായിട്ടില്ല. തെല്ലിങ്ങനെ ഗൊന്ത് വരും. ഗൾഫ് കൊണ്ടാകുമ്പോൾ ഞങ്ങൾ ചൊല്ലി എങ്ങനെ അവിടുത്തെ ഫുഡല്ല, അവിടുത്തെ ബിസിയെല്ലാം എങ്ങനെ, അവിടുത്തെ ഭാഷ എങ്ങനെ, അവിടുത്തെ ആൾമാരെല്ലാം എങ്ങനെ നല്ല ഉണ്ടാ, എല്ലാം പിടിക്കുക, എല്ലാം ആവാ, ഞങ്ങൾക്ക് ഫുഡെല്ലാം ശരിയാവുക, സെട്ടാവുക. ചെന്നിട്ട് ഗൾഫ് കൊണ്ടാണ് മുന്നോട്ട് ഞങ്ങൾ എല്ലാം ആലോചന ആക്കട. ഒട്ടാഴ്ച പോയിട്ട് എങ്ങനെ അവിടുത്തെ ഭാഷ ഞങ്ങൾക്ക് ആവുക, ഇങ്ങനെല്ലാം കുറേ ഞങ്ങൾ ആലോചന ആക്കിയിട്ടിക്കട. ഗൾഫിലെത്ര പോയിട്ട് 1000 പേരോ പറ, വില വിഷയമൊന്നുമില്ല, തിരിച്ചിട്ട് പറ. പക്ഷെ ആലമുൽ ബർസഖ് ചൊല്ലത് ഖബർ ജീവിത ചൊല്ലത് പിറകില്ലാത്ത ഒരു ജീവിതമായിരിക്കും. നെക്സ്റ്റ് പോകേണ്ട അവിടേക്ക് പിന്നെ പിറകില്ല. അപ്പോൾ അതിനെ ಬಗ್ಗೆ ഞങ്ങൾ ചെറിയൊരു വിവരമെങ്കിലും പഠിക്കാണ്ട് പോയെങ്കിൽ പിന്നെ ഞങ്ങൾ വലിയൊരു ബേജാറിലാവും ചാൻസ് ഉണ്ട്. ഞങ്ങളോ തറവാടായിട്ടിക്കരു സാധാരണ തറവാട് ചെന്നെങ്കിൽ അള്ളാഹു താല ഞങ്ങൾ എല്ലാവരെയും പടക്കുകയാനായിട്ട് മണ്ണെടുത്ത ഏതൊരു ജാഗയാണ് ആ ജാഗയായിട്ടിക്കര് ഞങ്ങൾ തിരിച്ചിട്ടെത്തരി. ഉദാഹരണക്ക് ഈദ്ഗത്തിൽ കുറേ ആളെ മറമാടി ഞങ്ങൾ ഈ പള്ളിയിൽ വെച്ചിട്ട് ചെമ്മ ആൾമാർ കഴിഞ്ഞ ഒരു നമ്മുടെ ക്ലാസ്സൊക്കെ വന്നിരുന്നേ. അപ്പം ഇന്ന് സുമാർ ആൾക്കാർ ഇപ്പോൾ ഈദ്ഗത്തോ ദഫന ഭൂമിയിൽ മറമാട്ടി ഞങ്ങൾ. അപ്പോൾ അങ്ങനെ പടക്കുക അള്ളാഹു മണ്ണെടുത്തത് അത് ഈദ്ഗത്തോ ഔത്ത മണ്ണായിട്ടിക്കല്. ചില ആൾക്കാർ ഗൾഫ് കൊണ്ടാണ് കുറേ വർഷം റായി തിന്നിട്ട് കുറേ കഷ്ടം വന്നിട്ട് ഗൾഫ് പോയിട്ട് അവിടെ മരിക്കിറാറ്, അവിടെ അടക്കിടാറ്. അതിനർത്ഥം അങ്ങനെ അള്ളാഹു താല പടക്കുക മണ്ണെടുത്ത് ആ ജാഗ്രതയായിട്ടിക്കല്. ചില ആൾക്കാർ എത്രമാ വർഷം ഗൾഫിൽ ഇന്നങ്ങ എന്തമാ അർജൻറ്റായിട്ട് റായത്തിക്ക് എത്തിറാറ്, റായത്തിക്ക് എത്തിയ സഡൻ എന്താ അവിടെ കൂടെ മരിക്കിറാറ്. അതിനർത്ഥം ഈ റായത്തായിട്ടിക്കര് അങ്ങനെ മണ്ണ് അള്ളാഹു താല എത്തിരേ. ഇതാ മാഹിമാമുൽ മർഇ ഖാനാ ബിബൽദത്തിൻ ദഅത്ഹു ഇലൈഹാ ഹാജത്തുൻ ഫയതൂറു. എത്ര ആൾക്കാർ ഏതാ ഒരു റായത്തിക്കട സഡൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർജൻറ്റ് ഒരു ആവശ്യമുണ്ട്, സഡൻ എന്താക്കിടാറങ്ങ ആവശ്യം തിന്ന് ಬೇಗ അവിടെ ഓടി പോണ്ടാറ്. അങ്ങനെയെങ്കിലും ആക്കിയിട്ട് എത്ര റായത്ത് എത്തിയിട്ട് അവിടെ മരിക്കിറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഇത്യോപ്യത്തോ ഒരാൾ മരിച്ചിട്ട് അടക്കുക റെഡിയായിട്ടാണ്. അപ്പം നബി തങ്ങൾ കേട്ട് ആരത് ഊട്ടറാളെന്തോ അല്ലല്ലേ, അത് ഇത്യോപ്യത്താൾ, ആഫ്രിക്കത്താൾ. അപ്പം എന്തേ അയാൾ കൂടെ ബന്ധു മടിച്ചിട്ട്. അപ്പം എന്തൊരു അർത്ഥം, അയാളെ മണ്ണ് അള്ളാഹു താല പടക്കുക എടുത്തത് ആ ജാഗിറായിട്ട് കയറി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമുടെ കാലത്ത് പാലസ്തീനിൽ സുലൈമാൻ അലൈഹി സ്വലാം ആടലിത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്ത്യത്തെ ഒരാൾ അവിടെ പോയിട്ട് ഇന്ത്യത്തെ ആൾ പോയിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമരോട്ട് ഇങ്ങനെ പലക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പായിട്ടിക്കർ അവിടേക്ക് അസ്രായിൽ അലൈഹി സ്വലാം ഉണ്ട്. അസ്രായിൽ അലൈഹി സ്വലാം വന്നിട്ട് അയാളെ ഭയങ്കര ഒരു നോട്ടം നോക്കും. ആ പാലക്കാരൻ ഇന്ത്യത്താലെ ഭയങ്കര ഒരു നോട്ടം നോക്കിയിട്ട് പിന്നെ പോകണം. അങ്ങനെ അയാൾ പോയാൽ പിന്നെ ഈ ഇന്ത്യത്തെ ആള് ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാമിനോട് ചൊല്ലു, യാ നബി അള്ളാഹുൻ്റെ നബി, നമുക്ക് അർജൻറ്റ് ഇന്ത്യത്തേക്ക് പോകണം. ഇതെവിടെയാ സംഭവിക്കണേ? പാലസ്തീൻ. ഇന്ത്യത്തേക്ക് അർജൻറ്റ് പോകണം. അപ്പം നക്ക് ഫ്ലൈറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ കാലത്ത്.
സുലൈമാൻ നബിക്ക് അള്ളാഹ് കൊടുത്തൊരു പവറായിട്ട് കാത്തിലൂടെ ആൾമാരെ ഇങ്ങനെ വിട്ടുവിട്ടു, കാത്തിൽ ഇങ്ങനെ പാർപാട്ടി പോട്ടു. അത് അള്ളാഹ് കൊടുത്തൊരു മുഅ്ജിസത്തായിട്ട്. അപ്പം നൻ്റെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ത്യത്തേക്ക് എത്തിപ്പാട്ടുണ്ട് യാ നബി അല്ലാ ചെന്നിട്ടു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമറോട്ട ചെന്നപ്പ സുലൈമാൻ നബി കാത്തിലോട്ട് ചൊല്ലുതാ ഈ മനുഷ്യരൊന്ന് ഇന്ത്യത്തേക്ക് എത്തിപ്പാട്ടുണ്ട് അർജൻറ്റ്. അങ്ങനെ അയാൾ കാത്തിൽ ഇങ്ങനെ പാറിയിട്ട് എത്രമാ പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ എവിടേക്ക് എത്തിത്ത് ഇന്ത്യത്തേക്ക് എത്തിത്ത്. ഇന്ത്യത്തേക്ക് എത്തിയ പറഞ്ഞ് സഡൻ അവിടെ അസ്രായേൽ വന്ന് അയാൾ റൂഹ് പിടിച്ചിട്ട് അയാളവിടെ മരണപ്പെട്ടിട്ട്. പിന്നെ രണ്ടാമത് അസ്രായേൽ അലൈഹിസ്സലാം സുലൈമാൻ നബിയെ കാണുക വന്നപ്പോൾ സുലൈമാൻ നബി കേൾക്കുന്നത് നിങ്ങൾ എന്താ ഇന്നലെ വന്നിട്ട് ആ ഒരു ബാലക്കാരുടെ ഭയങ്കര സ്ട്രോങ്ങിൽ നോക്കി എന്നാറല്ലേ എന്തൊരു വിഷയം എന്തിരേ അപ്പ അടിക്കറ് ബഹുമാനപ്പെട്ട അസ്രായേൽ അലൈഹിസ്സലാം ചൊല്ലേ അള്ളാഹുടെ വാർഡർ ആ മനുഷ്യരെ ഇന്ത്യത്തിൽ തെല്ലിനാറെ കളഞ്ഞിട്ട് ഇന്ന ടൈമുക്ക് എക്സാക്റ്റ് ടൈം ആകുമ്പോൾ ഇന്ത്യത്തിൽ വെച്ചിട്ട് അയാളെ റൂഹ് പിടിക്കുന്നുണ്ട് അള്ളാഹുടെ വാർഡർ ഇത്ത്. പക്ഷേ ನಾನು നോക്കുമ്പോൾ അതിൽ പാലസ്തീനിലുണ്ട് നക്ക് എന്തമായിട്ട് എന്തൊരായത് നണ്ടോട്ട് അള്ളാഹുടെ കൽപ്പന തെല്ലിനാറെ കളഞ്ഞിട്ട് ഇന്ത്യത്തെ അയാളെ റൂഹ് പിടിക്കുകയായിട്ട്. പക്ഷെ ഇപ്പം അയാളെ കാണവാ ഈ പാലസ്തീനിൽ അയാളെ കണ്ടിട്ടുണ്ടല്ലേ ചെന്ന് നക്ക് എന്തമായി പോയിട്ട് എന്തൊരായത് അള്ളാഹുടെ കൽപ്പനക്ക് എതിരാക്കുക കാവലല്ലേ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ഒരു മൈക്രോ സെക്കൻഡ് പോലും അപ്പറിപ്പറ ആവില്ലല്ലേ അള്ളാഹുടെ വാർഡറുടെ. അപ്പോൾ എന്തായിട്ട് ചെന്നിട്ട് ഞാൻ ഭയങ്കര പേടിച്ചു പോയേ. അങ്ങനെ ഞാൻ എൻ്റെ ടൈം ആകുമ്പോൾ ആ എക്സാക്റ്റ് പ്ലേസിലേക്ക് ഞാൻ എത്തുമ്പോൾ അയാൾ അവിടെ റെഡി ആയിട്ടുണ്ട്. അയാളെ കടത്തിറപ്പറ അതായിട്ട് പറഞ്ഞത് ഇദാ മാ ഹിമാമുൽ മർഇ കാനാ ബി ബൽദത്തിൻ ദഅത്ഹു ഇലൈഹാ ഹാജത്തുൻ ഫയതൂറു. ഏതാ ഒരു റായത്തൊരു മനുഷ്യക്കട അപ്പോൾ അവനക്ക് എന്താ ഒരു ആവശ്യമുണ്ട് ഇന്ന് റായത്തേക്ക് എത്തുമെന്ന് ചൊല്ലിട്ട് ഒരു കഠിനമായ ആവശ്യമുണ്ട്. ആവശ്യം വരുമ്പോൾ എങ്ങനെയും കാക്കിയിട്ട് അവൻ അവിടെ എത്ര അവിടെ റൂ പിടിക്കുക അവൻ്റെ അവിടെ മറമാടു. അപ്പം വിഷയത്തിലെങ്കിൽ ഞങ്ങളെ അള്ളാഹു പടക്കുക ഏത് ജാഗരായിട്ടിക്കറ് മണ്ണെടുത്തിട്ട് ആ ജാഗയായിട്ടിക്കറ് ഞങ്ങൾ പോയിട്ട് പോളില്ലേ ഞങ്ങളെ കബറ് ചൊല്ലുന്നത് ഞങ്ങളെ തറവാട് ഒറിജിനായിട്ടിക്കറ് വിഷയം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കബറ് ജീവിതത്തെ ಬಗ್ಗೆ ചമ്മ ചൊന്നൊരു ഹദീസിലല്ല. കാരണം അതൊരു ആലമുറ അറുവാഹായിട്ടിക്കറ് റൂഹുങ്ങളൊരു നാട് ചൊല്ലുന്നത്. ഇപ്പം തന്നെ ഞങ്ങളെ ഈ ലോക പോലെ അല്ല ഒരു വേറെ ഒരു ലോകമായിട്ടിക്കറ്. അപ്പോൾ ചെമ്മയാൾക്ക് സംശയമുണ്ട് കബറിലുള്ള ആൾ കേൾക്കടാ മയ്യത്തുക്ക് കുന്തവടാ മയ്യത്തുക്ക് നുമ്പളവടാ കബർ അടിക്കൽ പിന്നെ ചൊല്ലാറ് അങ്ങ ഇവിടേക്കെല്ലാം ബണ്ടാറ് പോണ്ടാറ് ഔത്തുകെല്ലാം ബണ്ടാറ് ചൊല്ലാറ് ചില നോക്കുമ്പോൾ കബറെല്ലി നോക്കുമ്പോൾ എന്തു വെക്കില്ല ചില ആൾ കബർ അങ്ങനെ വെക്കിട് ഇങ്ങനെയുള്ള ചെമ്മ ಅದರ ಬಗ್ಗೆ എന്തുണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ ചെമ്മ ആൾമാർക്ക് ഇക്കില്ല. പക്ഷെ ഞങ്ങളുടെ ಬಗ್ಗೆ ചെറിയ രൂപത്തിലെങ്കിലും ഈ ഹ്രസ്വമായ ടൈമിലും ಅದರ ಬಗ್ಗೆ അറിയുള്ളൂ. ഫൈൻ തഞ്ചു മിൻഹ തഞ്ചു മിന്ദി അദീമത്തിൻ വഇല്ല ഫഇന്നി ലാ ഇഖാലുക നാജിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഹദീസിന്റെ ಬಗ್ಗೆ ഒരു കവി പാടിയത് കാണും. എന്ത് കബറിലൊരുത്ത രക്ഷപ്പെട്ടാണ് പിന്നെ എല്ലാം ഉണ്ടത് ഈസിയായി പോയിട്ട്. കബറിൽ രക്ഷപ്പെട്ടെങ്കിൽ പിന്നെ എല്ലാം ഓക്കെ. കബറിൽ അവൻ പോയാണാ പിന്നെ അവൻ്റെ പോക്കി തീർത്തോടി. കബറിൽ രക്ഷപ്പെടുന്നു അതായിട്ടിക്കൊരു വിഷയമാണ്. അതുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കബറിൻ്റെ വിഷയം കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കരുത്. നരകത്തെ വിഷയം അതിൽ ഉൾപ്പെട്ടില്ല, സ്വർഗത്തെ വിഷയം കേൾക്കുമ്പോൾ വേറെ വിഷയം. കബറിൻ്റെ വിഷയം കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷനായിട്ട് ഇന്തിണ്ടായിട്ട് ചൊല്ലേ ലൗല അൻ ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഖബറിലുള്ള വിഷയമല്ല പത്രക്ക് കേൾക്കറുണ്ട് നാം ദുവാർക്കാൻ്റെ അള്ളാഹുണ്ട്. പക്ഷെ പേടി എന്തൊരു കൊണ്ടുണ്ട പിന്നെ നിങ്ങൾ ആറും കബറെടുക്ക പോകാല്ലേ കബറെടുക്ക പിന്നെ ആറ് പോലെ നാ പോകണല്ലോ പോടേക്ക് വാ നക്ക് പേടിയാവും ചെന്നിട്ട് എല്ലാം എന്താക്കാത്ത റൗത്തിലേക്കಂತ. അതുകൊണ്ട് ഞാൻ എന്താക്കിയിട്ടില്ല ദുവാർന്നിട്ടില്ല. ഇല്ല ഞാൻ എന്താക്കാന്ತೆ ദുവാർക്കാന്ತೆ കബറിലുള്ളത് പുറത്ത് കേൾക്കുന്നു ചെന്നിട്ടു. അപ്പോൾ കണ്ടിട്ടാകുമ്പോൾ എന്താ ഓടാറ് കേട്ടെങ്കിൽ പിന്നെ എന്താക്കാന്താറ് പിന്നെ ആറ് പോകല്ല പേടിച്ചിട്ട് ആ സൗണ്ട്. അതുകൊണ്ടായിരിക്കും വേറെ ഒരു ഹദീസിൽ ചൊല്ലു ഇതാ ഉദിയത്തിൽ ജനാസത്ത് വഹ്തമലഹ റിജാലു അലാ അനാഖിഹിം. മനുഷ്യന്മാരെല്ലാവരും ആ ഖബറാലയുടെ പുറത്തിട്ട് ഇങ്ങനെ കൊമ്പോയിട്ട് ഖബറിലിങ്ങനെ വെക്കുമ്പോൾ ഫൈൻ കാനത്ത് സ്വാലിഹതൻ ആ മയ്യത്ത് സ്വാലിഹായ നല്ല മയ്യത്തിൻ്റെ ഞാൻ ചൊല്ലു കദ്ദിമൂനി വേഗമൊക്കെ കൊമ്പോറുന്നുണ്ട് ലേട്ടാക്കാൻ വേഗ നന്നെ എത്തുപെട്ടു ചെന്നിട്ട് ആ മയ്യത്ത് ചൊല്ലു. വൈൻകാനത്ത് ഗൈറ സ്വാലിഹത്തിൻ ഇനി ആ ഖബറിലുള്ള ഖബറാലി ബെടക്കായ ആളുണ്ടായെങ്കിൽ കോലത്തിൽ യാ വൈലത്താ നൻ്റെ നാശമേ അയിന യദ്ഹബൂൻ എവിടേക്ക് നൻ്റെ ഇങ്ങനെ കൊമ്പോണ്ടേ അയിന യദ്ഹബൂന ബിഹാ എവിടേക്ക് നൻ്റെ അർത്ഥം പോണ്ടേ യസ്മൗ സൗതഹ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ. ഈ ശബ്ദ ആ ഖബറാലി ചൊല്ലാണിക്കത്തെ ശബ്ദമില്ലേ ജണ്ടും
ಕದ್ದಿಮೂನಿ ನನ್ನ ಬೇಗಂಪೋರು ಚೊಲ್ಲದು ನನ್ನ ಎವಡೆ ಕೊಂಬೋಡ ನಿಂಗೆ ನನ್ನ ನಾಶಮೇ ನಿಂಗೆ ಎಂತ ಹಾಕಿರ ನನ್ನ ಚೊಂದು ಚೊಲ್ಲದು ಇದು ಜಂಡುം എല്ലാ ആൾമാറും മനുഷ്യ വിട്ടിട്ടു എല്ലാം കേൾക്കും മൃഗങ്ങൾ കേൾക്കും ചിലപ്പണിങ്ങ നോക്കിയിരിക്കുവാറ് കബറോടെ ഈ ആടെല്ലാം മേഞ്ഞോണ്ടിക്കിടും ആട് പയ്യല്ല നായി പൂച്ചല്ല സഡൻ എന്താ തോന്നുന്നുണ്ടോ ഉറക്കല്ലിങ്ങനെ 68 പടി വേണ്ടു ചില നോക്കിയങ്ങ് അനുഭവിച്ചൊന്നുമുള്ളാറ് നോക്കി കണ്ടങ്ങ അപ്പോൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കബറുള്ള ചില അഹ്വാലെല്ലാം അതുക്ക് കാണ്ട് മനുഷ്യകത് കാണ്ടില്ല ഇനി മനുഷ്യ കാണ്ടെങ്ക ഒലവ് സമീഅൽ ഇൻസാനു ലസുഇക ഇനി ഒരു മനുഷ്യമീറ്റ് അത് കാണ്ട അല്ലെങ്കിൽ കേട്ടാണ്ടാ എങ്കിൽ ലസുഇക അപ്പം അബദ്ധപ്പെട്ട് അപ്പമേ ഹാർട്ട് ഫെയിലായിട്ട് മരിച്ചു പോകും. അപ്പോൾ കബറെടുക്കൊക്കെ ഒരു 25 ആൾ പോയെങ്കിൽ 25 ആൾ മരിച്ചെങ്കിൽ പാടെ അങ്ങനെ കബറെടുക്ക പാടെ ഒരു 25 ആൾ പോകും അങ്ങനെ മരിച്ചെങ്കിൽ കിയാമന്ന ഒരേ നാളത്താവും കബർ എത്ര വേണോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുടെ റസൂൽ തുറന്നിട്ടില്ല. അപ്പോൾ ആർക്കും കേൾക്കില്ല. എവിടെ ചില ജാഗയിൽ എന്താ ചില മഹാന്മാർക്ക് കേട്ടതുണ്ട്, കേൾക്കില്ലാണ്ടല്ല. മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ഖബറൈനി അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും സ്വഹാബിമാർ ഒരു ജാഗയിൽ ഇങ്ങനെ പോകണ്ടാറ് ജാഗയിൽ ഇങ്ങനെ പോയോണ്ടിക്കിടാറ്. ഫഖാല അപ്പം നബി തങ്ങൾ ചൊല്ലു അമാ ഇന്നഹുമ ലയുഅദ്ദിബാ അതാ ഈ രണ്ട് കബർ ഭയങ്കര ശിക്ഷ കിട്ടിയിട്ടുണ്ടു. ഒമായു അദ്ദിബാനി ഫി കബീരിൻ വലിയ ശിക്ഷ ഒന്നുമല്ല ഈ കബറിലുള്ള ആൾമാർ കിട്ടിയിട്ടുള്ളത്. അതായത് വലിയ ചെന്നെങ്കിൽ അങ്ങ് വലിയൊരു കാര്യമാക്കിയത് കൊണ്ടല്ല, ഞങ്ങളെ കണക്കുള്ള സിമ്പിൾ തപ്പായിട്ട് ആക്കിയത്. പക്ഷേ ശിക്ഷ ഭയങ്കരമായിട്ടുണ്ട്. അമ്മ അഹദുഹുമ നബിതങ്ങ ചൊല്ലു സഹാബിമാർ വേറത്തുള്ള സഹാബിമാർക്കൊന്നും കേൾക്കറോ ഇല്ല, അർത്ഥവടോ ഇല്ല, കാണ്ടോ ഇല്ല. നബിതങ്ങ കണ്ടിട്ടുണ്ട് കബർ ഒൽകുള്ള ശിക്ഷ കണ്ടിട്ടുണ്ട്. അപ്പം നബിതങ്ങ ചൊന്തു അമ്മ അഹദുഹുമ ഫകാന യംശി ബിൻ നമീമ അതിലുള്ള ഫസ്റ്റ് ആള് ಅಪ್ಪರೆ ಪರಿ ಪಿಟ್ಪಾಟಿಟ್ಟರು ಅದು ತಿಂತು ಅಪ್ಪರೆ ಪರ ಜಂಡಾಲ್ ಗಲಾಟಾಗಿ ಬಟ್ರಿ ಓಂಡ ಬಿಸಿ ಅವನು ಚೊಲ್ಲಿ ಅವನ ಬಿಸಿ ಓಳು ಚೊಲ್ಲಿ അങ്ങനെ ഗലാട്ടാക്കുമ്പോൾ പുറത്ത് വന്ന് ചിരിക്കുന്നേനെ ഖുഷിയോട് കൊണ്ട്. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഫിത്ന ചൊല്ലി ഈ സ്വഭാവത്തിൽ ഇന്ന ആളായിട്ടിക്കര് ഫസ്റ്റ് ആള് അതുകൊണ്ടായിട്ടിക്കര് അവനക്ക് വലിയൊരു ശിക്ഷ കിട്ടിയത്. രണ്ടാമത്തെ അമ്മല്ല ആഹാറു പിന്നൊരാൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയത് ചെന്നെങ്കിൽ ഫക്കാനല യസ്തതിറുമിൻ ബൗലിഹി അവന് മൂത്ര ബീത്തിട്ട് കറക്റ്റ് ക്ലീൻ ആക്കില്ല. നമുക്കൊരു വിഷയം സിമ്പിൾ വിഷയം കവറിൽ ശിക്ഷ ആയിട്ടുണ്ട്. അതായത് സാധാരണയായിട്ട് മൂത്ര വീത്തുമ്പോൾ മൂത്രനാളത്തിൽ പൈപ്പിൽ മൂത്രം ഇങ്ങനെ നിൽക്കണം. സഡനിൽ അങ്ങ് മൂത്ര വീത്തിട്ട് കലകിട്ട് വന്നെങ്കിൽ പിന്നെ ആ മൂത്രം ഇങ്ങനെ അറിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ഡെസ്സുകാവും പല്ലുകാവും നിസ്കാര സഹിയാവില്ല. അപ്പോൾ അതൊക്കെ ഫിക്കിയുടെ പണ്ഡിതന്മാർ ചൊല്ലുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇസ്തിത്ര ആക്കുന്നു. അതായത് മൂത്രത്തെല്ലാം വലിച്ചിങ്ങനെ ഒന്നങ്ങനെ ഇങ്ങനെ ഈസിട്ടാ അല്ലെങ്കിൽ ചമച്ചിട്ട അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ട മൂത്രമെല്ലാം പോകേണ്ട പോലെ ആക്കണം. രണ്ടാമത് വെച്ചിട്ട് നോക്കിയിട്ട് മൂത്രമെല്ലാം അറിഞ്ഞിട്ട് നോക്കിയിട്ട് അത് ക്ലീൻ ആക്കിയാൽ പിന്നെ വന്നിട്ട് എന്താക്കണം എഞ്ചിട്ട് നിസ്കരിക്കൊക്കെ പോകണു. ഇല്ലെങ്കിൽ എന്താവൂ കബറിൽ ശിക്ഷ നബി തങ്ങൾ ലൈവായിട്ട് കണ്ടതായിട്ടിക്കറ് രണ്ടും വലിയൊരു ശിക്ഷ ആയിട്ടിക്കറ് ഇവിടെ കാണുക. ഖാല ഫദആ ബിഹസീബിൻ റത്ബിൻ ഫതഖഹു ബിഇസ്നൈനി അങ്ങനെ നബി തങ്ങൾ ചൊന്തു സാഹിമാരൊട്ട ഒരു രണ്ട് പച്ചയാല ഇതർത്ഥം പറ തയ്യർത്ഥം പറ ചൊന്തു സുമ്മ ഖറസ അല ഹാദ പിന്നെ അതിരവിടേക്ക് നടവ് ചൊല്ലു. അങ്ങനെ രണ്ട് സൈഡ് എന്താക്കാറ് അതിനെ നടുറാറ് വഅല ഹാദ വാഹിദ് സുമ്മ ഖാല പിന്നെ നബി തങ്ങൾ ചൊന്തു ലഅല്ലഹു അൻ യുഖഫഫ അൻഹുമാ മാ ലം യയഅസ ഈ തൈ രണ്ടും പച്ച ഇക്കറോടത്തോളം എന്താവും ചിലപ്പ ഈ രണ്ട് പച്ച ഇക്കറോടത്തോളം ശിക്ഷ കിട്ടാതെ അതായത് അള്ളാഹു താല തഖ്ഫീഫാക്കൂ ശിക്ഷയിൽ കൊറടിയാക്കൂ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ സാധാരണ എന്താക്കട്ടെ പച്ച തയ്യെല്ലാം നട്ടര് ആ ഹദീസിലെ പിടിച്ചിട്ടായിരിക്കരുത്. അപ്പോൾ ഇതെന്താ ഇതുകൂടെ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങോ കൂടെ കണ്ടെത്തു ഞങ്ങൾ സ്വഹാബിമാർ കണ്ടില്ല നബി തങ്ങോ കണ്ടെത്തു. അങ്ങനെ ചിലപ്പോൾ എന്താവൂ റേറായ കേസിൽ ആൾമാർക്ക് എന്താവൂ ചില ആൾമാർ കണ്ട് അപ്പോൾ കൂടെ ഉള്ള ശിക്ഷ എന്തരേ ഒന്ന് ആക്കിയ തപ്പെന്തരേ മനുഷ്യന്മാരായിട്ട് സിമ്പിളായ വിഷയം ഒന്ന് ഒരാൾ എന്താക്കിയത് മൂത്ര വീത്തിൽ സരി കളിക്കുകയില്ല ഇന്നൊരാൾ ഫിത്നാക്കടാൾ ഫിത്ന ചെന്നെങ്കിൽ അത് ചെറിയ വിഷയമല്ല. ഒന്നുള്ളൂ പണ്ട് ഈ അടിമ കച്ചവടം ഉണ്ടെന്ന് അടിമ കച്ചവടം ചെന്നെങ്കിൽ ഈ ആൾമാരെ വിലക്കെടുത്തിട്ട് സ്വർത്ത് കൂട്ടിയാണ്ട് സാധാരണ മാർക്കറ്റിൽ പൈ വെച്ച പോലെ ആൾമാർ ഇങ്ങനെ വെച്ച് വന്നാർ ಇದಕ್ಕೆ ಎತ್ತರ ಇಯಾಲ್ಗೆ ಎತ್ತರ ಕೆಟ್ಟು ಇನ್ನಾರು ಅಲ್ಲ ಓನು ನಲ್ಲ ಬಾಲಕಾರ ನಲ್ಲ ಗಟ್ಟಿಲ್ಲ ಓನ್ಗೆ ಇತ್ತಾರೆ ಓನು ಬೇರೆ ಕೆಲವ ಓನು ಕೂರಡಿ ಅಲ್ಲ ಓನು ತೆರಲು ವೀಕ್ನೆಸ್ ಇಲ್ಲ ഓനക്ക് ഇത്ര ഇങ്ങനെ റേറ്റ് ഫിക്സ് ആയിട്ട് അടിമ കച്ചവടം ചെല്ലത് പണ്ടേ ഉള്ളു ഇപ്പം ഇതില്ല. അങ്ങനെ ഒരാൾ ഈ അടിമയുടെ വാങ്ങുവാനായിട്ട് പോയിട്ട് മാർക്കറ്റ് പോയിട്ടാവുമ്പോൾ നല്ല തടി കെട്ടുള്ള ഒരാൾ കിട്ടി ഗട്ടിയുണ്ട് കാണുകയല്ല നല്ല ഇങ്ങനെ അടിച്ചിട്ടുള്ള നോക്കുമ്പോൾ പന്തരമേ ഇല്ല ബോളല്ല ഞങ്ങൾ ടെസ്റ്റാക്കി നോക്കുക അടിച്ചിട്ട് അതുപോലെ ഗട്ടി ആൾ നല്ല സൊറല്ല. അപ്പോൾ അതൊരു ഓണർ ഞാൻ മുട്ട നേരിട്ട് ഇത് നല്ല അടിമ ഗട്ടിയുണ്ട് ആൾ യന്ത്ര സാറ വേനാക്കി
ചെന്നിട്ട് അവൻ്റെ ഇങ്ങനെ പ്രൈസിങ് ആക്കിയിട്ടുള്ള ഇതിൽ സിഫത്ത് ചെന്നിട്ടുള്ള ഞാൻ ചെറിയ നല്ല മാങ്ങ വേറെ ചുവക്കട മാങ്ങ മഞ്ഞ മഞ്ഞ കളറുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് മുറിച്ച് നോക്കുമ്പോൾ പുടു സാധാരണ യാറെ ചെന്നത് നോക്കുമ്പോൾ ഊർക്ക് എന്തായിട്ടിക്കറ് യാറായിരിക്കറ്. അപ്പോൾ ഇയാൾ ചൊല്ലു നല്ല ആളിയാൾ നല്ല തൊന്നരൊന്നുമില്ല, പക്ഷെ ഒരു ഗുണം ഇയാൾക്കുണ്ട്, ഫിത്നാക്കിട ഒരു ഗുണമുണ്ട്. ഫിത്തന പറയപ്പെടുത്തിയാൽ ഫിത്തനാക്കിട ഒരു ഗുണമുണ്ട്, വേറെല്ലാം ഓക്കെ മേൻ ഉള്ള പോലെ ചൊത്തായാൽ. അപ്പം ഈ എട്ടാൾ ചൊന്ത ഞങ്ങൾക്ക് സ്വറായെങ്കിൽ ഫിത്തനാക്കണം ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ സ്വറാക്കടല്ലേ ഇയാൾ എത്ര പേരെങ്കും എത്ര പൈസ ഇതാ പൈസ എന്നിട്ട് കൊടുത്തു ഇയാളെ കുട്ടിയെ മത്ത് കുട്ടിയെ വന്നിട്ട് അവത്ത് ചുന്തതാ തോട്ടത്ത് തന്നെ ഇവിടെ ഉണ്ട് കൃഷി ഇതാക്കണം ഈ സാമാനം ഇതെല്ലാം ഇങ്ങനെ ആക്കൂല എല്ലാ സാറോ കാട്ടി കൊടുത്തു. അയാൾ ചെന്നതിനാണ് ഉഷാർ, ഇയാൾ എല്ലാ സാറും പട്ടപ്പാക്കി ബച്ചിരമേ അയാൾ. അപ്പം ഇയാൾ കൊസ്സിയത് മാഷാ അല്ലാ, അയാൾ ചെന്ന പോലെ നല്ല മേയാൾ. പക്ഷെ ഇയാൾക്ക് ഒരു ഗുണമുണ്ട് ചൊന്നു. എന്തൊരു ഗുണ ചൊന്നേ ഫിത്തിനാക്കടെ ഒരു ഗുണമുണ്ട് ചൊന്നു അല്ലേ. ഇങ്ങനെ 300 പോയിന്റ് ഉണ്ട്. അങ്ങനെ ഇയാൾ ആ ഗുണ വിട്ടില്ല. ഇയാൾ എന്താക്കിത്ത് കൊണ്ടുണ്ട ഒരു നാൾ ഇയാളോ പെഞ്ഞേരോട് മേടിച്ചത് ഈ ഞങ്ങളെ തൻ്റെ പെഞ്ഞേരോട്ട നിങ്ങളെ മാപ്പിലൊക്കെ വേറെ ലവ് ഉണ്ട്, അതുകൊണ്ട് തെല്ല് ജാഗ്രത ആക്കുന്നതല്ലേ. അയാൾ വേറെ തെല്ല് ടച്ചുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തെല്ല് ജാഗ്രത ആക്കുന്നു. ചിലപ്പോൾ ഇവിടെ വേറെ മങ്ങലായിട്ട് വിട്ടുപോയാൽ നിങ്ങൾ പട്ടിണിയാവാറുണ്ട്. ഒക്ക നല്ല മാപ്പിലൊക്കെ യാ പഠിച്ചോനെ ഈ മകു ടെൻഷൻ സ്റ്റാർട്ടായി. അപ്പം ഇയാൾ ചൊല്ലൈക്ക് ഒരു പരിഹാരമുണ്ട്, ನಾನು ಮಂತ್ರ ಹಾಕಿದಂಡೆ. ಅಯಾಳು ഒരു 3 മുടിനെ കട്ടാക്കിയതാണ്. ജാവ് ഉറങ്ങിയപ്പം എല്ലാം കട്ടാക്കിയിട്ട് തന്നെങ്കിൽ അതിൽ ഞാൻ ഒരു മന്ത്രം ആക്കിയിട്ട് തന്നെ. പിന്നെ അതിൽ എവിടെ പോയെങ്കിൽ പോകണില്ല, മേടിക്കൊണ്ട് നീ മറിച്ചും പോയി മങ്ങിലാവില്ല, തല വെച്ച് മേക്കണ്ടായിട്ട്. അപ്പം എന്താവും ഞാൻ എങ്ങനെ ആക്കി തന്നെ എൻ്റെ മാപ്പിളനൊക്കെ പേരനല്ലേ 3 മുടിയെല്ലാം 30 മുടി വരെ മുടിച്ചു തരാം, ತೊಂದರೆಲ್ಲ. ചെന്നിട്ട് ഇയാൾ ചെന്ന് ഐഡിയ ചൊന്ന് കൊടുത്തു. ഇയാൾ ഈ സ്വർത്താലും ചൊല്ലി ഫിതനാക്കളോ ചെറിയൊരു ഗുണമൊന്നും ചൊന്നിട്ടില്ലേ, നീ നിൻ്റെ ജാവുക എന്താക്കുക ഒത്തുണ്ട ഒരു ചന്തത്തെ ഒരു കത്തി പിരിച്ചിക്ക. ചന്തത്തെ കത്തി പിരിച്ചിട്ട് കത്തിരി അല്ലെങ്കിൽ ഒരു ചാക്ക് കിടക്കി റെഡി പോയി അല്ലെങ്കിൽ ബെഡ് റെഡി പോയി. അങ്ങനെ ജാവ് അയാൾ ഉറങ്ങിയിട്ട് കറക്റ്റ് ഗൂരികയെല്ലാം കറക്റ്റ് കേൾക്കുക സ്റ്റാർട്ടായാലും പിന്നെ നല്ല ഇൻ്റർനാഷണൽ ഗൂരിക കൂടെ സ്റ്റാർട്ടായാലും പിന്നെ മെല്ലെ എന്താക്കുന്നീന്ന് കട്ടാക്കി കൈ ആക്കി നക്ക് താട്ട് ആಯ್ತು ನಾನೆಲ್ಲ ಆ ಕಡೆ ചെന്നിട്ട് ഈ ചെറിയ ചാക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇതേ മനുഷ്യ ഞങ്ങൾ ധനിലോട്ട് ചെന്നാണ് കൊണ്ടുവന്ന പോയിട്ട്. ഇത് കിതാബിലുള്ള ഒരു മെസ്സേജ് അല്ലേ, യൂട്യൂബിൽ വന്നതെന്ന് മേടിക്കാൻ കിതാബിൽ എഴുതിയത് ഒരു വിഷയം ഒരു ചരിത്രം. അങ്ങനെ ഫിത്തന ചെന്ന അതൊരു സ്ട്രോങ് ചൊല്ല പേരായിട്ട് കബറിൽ ശിക്ഷ ചൊന്നില്ല. രണ്ടാമതായിട്ട് ഇതേ മനുഷ്യ ഞങ്ങൾ ആചാരോട്ട പോയിട്ട് ദണ്ടോട്ട മേടിച്ചു വന്നു. നിങ്ങളെ പെഞ്ഞ എങ്ങനെ പെണ്ണിങ്ങളെ നമ്പകാവില്ല എപ്പോഴും, പെണ്ണിങ്ങളെ കണ്ട പോലെ തോന്നും. ഞങ്ങളത്ര മുസീബത്ത് പിടിച്ച ആറുമില്ല. അവൾ നിങ്ങളെ കൊല്ലുക നോക്കിയുള്ള ഗൊന്തുന നിങ്ങൾക്ക് കൊല്ലുക നോക്കിയുള്ള ജാഗ്രത ആക്കുള്ളൂ. എൻ്റെ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഒട്ടറാശി ഉറങ്ങിരണ്ട ജാഗ്രത ആക്കി തെല്ല് അപരിക്കട്ട്. ഇയാൾക്ക് ടെൻഷൻ സ്റ്റാർട്ടായിട്ട് യാ പഠിച്ചോനെ നൻ്റെ പെഞ്ഞ് നൻ്റെ കൊല്ലിടണം. അങ്ങനെ 2 ആളുകൾ എന്താക്കി കൊടുത്തു വിട്ട. അങ്ങനെ അണ്ടത്തെ ജാവു ഞങ്ങളെ ഈ ധനി എന്താക്കിയ കൊന്തുണ്ട ഉറങ്ങിയിട്ടില്ല, വെറുതെ ഉറങ്ങിയ പോലെ ഭയങ്കര ഊരിക്ക്. ഈ പെണ്ണ് പേടിച്ച ഇയാളെന്ത് ഉറങ്ങിത്ത് ഉറപ്പായിത്തല്ലേ. ചെന്നിട്ട് മെല്ലെ ചാക്കെടുത്തള്ളി ചാക്കെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴായിട്ട് കീറി ഞങ്ങളെ ഈ ധനിക്ക് കൊന്തോടെ യാ പടച്ചോണ അയാൾ ചെന്നരല്ലേ കൊല്ലിട്ട്. ഈ പെണ്ണ് നൻ്റെ കൊല്ലിട്ട് ചെന്നത് കറക്റ്റ് ചെന്നിട്ട് ആ ചാക്കട എടുത്തിട്ട് ഈ പെണ്ണിങ് ഓറിയിട്ടല്ലേ ഇട്ടിട്ടാകുമ്പോൾ ഈ പെണ്ണിങ് അപ്പം ബൂന്ത് ചോരെല്ലാം വന്നിട്ട് ഈ പെണ്ണ് എന്തായിട്ട് അപ്പടെ സ്പോട്ടിലെ മറിച്ചിട്ട്. അങ്ങനെ ആൾ കൂടിയിട്ടാകുമ്പോൾ ഈ പെണ്ണുങ്ങൾ ആളെല്ലാം ഓടി വന്നു നോക്കുമ്പോൾ ചാക്ക് കാണ്ട് ഇയാളെ മേലെ ഇയാളുടെ യന്ത്രികൾ പെപ്പുണ്ടാക്കിയോണ്ട് ഇയാൾ അങ്ങനെ അത് ചാക്കെടുത്ത് ഇയാൾ ഇട്ടാലുണ്ട്. ഇയാൾ മറിച്ചത് 2 മയ്യത്താക്കിയിട്ട് അവൻ പോയത് നോക്കുറീങ്ങ ഫിത്തിനത്തോർ സാമ്പിൾ ചെന്നാണ്. ഇത് കിതാബിൽ അങ്ങനെ എഴുതിയിട്ടില്ലേ ഇത് വിഷയം. അപ്പം ഈ കബർ 2 ശിക്ഷയൊന്നുമില്ലേ, അതിൽ ഒരാൾ മൂത്രച്ചിട്ട് ക്ലീൻ ആക്കാത്ത ആൾ, ഇന്നൊരാളെന്തേ ഫിത്തിനാക്കി നടക്കുന്ന ആളായിട്ട് അയാളെ ശിക്ഷ അല്ലാഹുവിന്റെ റസൂൽ എന്താക്കിത്ത് അവിടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ഹദീസ് ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറമായ ദീർഘമായ യാത്രയുടെ ഫസ്റ്റ് അകായിട്ടിക്കിട് ഖബർ ചൊല്ലത്. ഫൈൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ആരെങ്കിലും ഒരാൾ ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെട്ടെങ്കിൽ വമ ഫമാ ബഅദഹു ഐസറ മിൻഹു, പിന്നെ അവനിಗೆല്ലാം ഈസി ആയിട്ട് പിന്നെ അവൻ പേടിക്കൊണ്ടില്ല. മാഷറിൽ അവനിക്ക് എന്തിനാ സ്വർഗത്തും എല്ലാ വിഷയവും പിന്നെ അവന് വിജയിച്ചോണ്ടേ പോണ്ട. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ഖബറിലൊരുത്ത രക്ഷപ്പെട്ടില്ലാണ്ടായെങ്കിൽ പിന്നത്തേതെല്ലാം അവനക്ക് ഭയങ്കര കഷ്ടമായിട്ട് പോകൂ.
அவனுக்கு யாரை கஷ்டாவும் உண்டாயிடிக்கிறோட சொல்லி பிரிசத்த மூமினிங்காலே ஒரு மனுஷன் மடிச்செங்கு എത്ര വേഗങ്ങളെ അടക്കം ഉണ്ടായിട്ടിക്കറി ചൊല്ലി ഇതിക്ക് കാരണം എന്തിനാ കൊന്തുണ്ടാ ഒന്നാമത്തെ കാരണ ഈ മരിച്ച മയ്യത്ത് നല്ല ആളായെങ്കിൽ ഈ മയ്യത്തിനെ വേഗം മരിക്കും അടക്കും എൻ്റെ കാരണ ഈ മയ്യത്ത് നല്ല ആളുടെ കഷ്ടം വന്നിട്ടും സീക്ക് വന്നിട്ടും കഷ്ട സഹിച്ചിട്ടും ത്യാഗ സഹിച്ചിട്ടും നിസ്കരിച്ചിട്ടും എല്ലാ വിധത്തിലുള്ള ത്യാഗ സഹിച്ചിട്ടുള്ള ഈ മയ്യത്ത് മരിച്ചൽ പിന്നായിട്ടിക്കറ് ആ മയ്യത്രോ ഇനി ഹാപ്പി ഡേയ്സ് നല്ല ദിവസം വേണ്ട ഇനി മരിച്ചൽ പിന്നായിട്ടിക്കറ് കബർ ചെല്ലത് സ്വർഗമായിട്ടിക്കറായാലോ കബർ ജീവിതം സന്തോഷത്തെ ജീവിതമായിട്ടിക്കറ് എനിക്ക് ഇട്ടത് പോകണ്ടേ അപ്പം ഞങ്ങൾ എന്തിക്ക് അയാളെ ഇനിയും ഈ ദുനിയാവിൽ വെച്ചിട്ട് ബാക്കിയാക്കണം അയാളോട് നയിച്ചിട്ട് അധ്വാനിച്ചിട്ട് കഷ്ടപ്പെന്നിട്ട് ജീവിച്ചിട്ട് അയാൾക്ക് കിട്ടാനിക്കത്തോ ആനുകൂല്യം അയാൾ കിട്ടാനിക്കത്തോ ഓഫർ കബർ കാത്തുണ്ടുണ്ട് അവിടെ മർഹബ മർഹബ വെൽക്കം വെൽക്കം ബറു 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 ചെന്നിട്ടു കബർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെയും ഒരുത്ത ഡുബൈയുടെ പുറകുണ്ടു ഒരുത്ത സൗദിയുടെ പുറകുണ്ടു ഒരുത്ത കുന്താപുറത്തെ വന്നിട്ടില്ല ഇങ്ങനെല്ലാം ചെന്നിട്ടു ജീവിതക്കുമ്പോൾ വന്നിട്ടേ ഇല്ല ഹയാത്തിക്കുമ്പോൾ വന്നിടാറാ ഹയാത്തിക്കുമ്പോൾ ബാപ്പ എവിടെയായിട്ട് തരി കൊത്തില്ല അകോടായിട്ട് മറിച്ചൊരു വിധ പോകാനാക്കിയിട്ട് അടക്കണ്ട നാ പറയാണ്ട് അടക്കണ്ട ഇന്നോർത്ത കൊണ്ട് വരും നാ പറയാണ്ട് അടക്കണ്ട ലാസ്റ്റ് മുസീബത്തായിട്ട് ഇക്കരുത് അബ്ബു കാക്കടെ ലാസ്റ്റ് അന്യായിട്ട് ഇക്കരുത് നാ പറയാണ്ട് അടക്കണ്ട ചൊല്ലത് കാരണം എന്ത് ബാപ്പ ഇത്ര അവസ്ഥ കഷ്ടം വന്നിട്ടും മക്കളെ വന്നിട്ടും എല്ലാ കഷ്ടപ്പാടും സഹിച്ചിട്ട് സീക്കും അതും ഇതും പെൺമക്കളെ വാൽപാട്ടും എല്ലാവരും ഇത്ര ത്യാഗ സഹിച്ചിട്ട് ഇനി ബാപ്പ ഒരു റെസ്റ്റ് ഹൗസായിട്ട് കവറിങ്ങനെ കാത്തോട്ടിക്കുമ്പോൾ എല്ലാ വിധത്തെ സുഖ സന്തോഷത്തിൽ കവറിങ്ങനെ അയാളെ കാത്തോട്ടിക്കുമ്പോൾ അവിടേക്കും പോകപ്പെടില്ല ഈ മോൻ തെളിനിക്കറു നാൻ വണ്ടായിരുന്നിട്ടു ഇത് അന്യായല്ലേ അതുകൊണ്ടായിട്ട് ഇക്കറി ചൊല്ല ആരും കാക്കോത്തിര വേഗം അടക്കണു കബറ് കിട്ടാണിക്കെത്തോ ഈ മനുഷ്യവ് കിട്ടാണിക്കെത്തോ ഈ മൂമിനായ മനുഷ്യന് കിട്ടാണിക്കെത്തോ ഈ സുഖത്തെ എന്തിക്ക് തടയിടോ അതുകൊണ്ട് നിങ്ങൾ വേഗം വിട്ട് അടക്കണു എന്ന് ചൊല്ലു ഇനിയിപ്പം വെടക്കായെങ്കിൽ എന്താക്കറോ വെടക്ക് മയത്തിൻ്റെ അവർ 3-4 വെക്കാമ എന്ത് നാർക്കത്ത് പോകണ്ടല്ലേ തെല്ല് കൂടെ ഇക്കട്ടെ പറ ഏസിരോ കാത്തിലൗത്തുള്ളൂ ചെന്ന് വെക്കാമ അതും ആവില്ല എന്തേ കാരണം ഈ ಬೆಡಕರೆ ಎಂದಿ ಕೂಡ ಬೇಕ್ರಿ ಅಲ್ಲಾಹೋಡ ಮಲ ಲಾನತ್ರ ಮಲಕ್ಕಲ್ಲೋಡ ರಾಸಿ ಉಂಟಿಕ್ಕಳು ലാനത്ര മലക്ക് ഈ അക്രമി ദുനിയാവിൽ അള്ളാഹു തന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും മിസ്സാക്കിയിട്ട് ഇങ്ങനെ അവൻ്റെ ഇഷ്ടം പോലെ നടന്ന് നിസ്കാരവും ഇല്ല നോമ്പും ഇല്ല ഒട്രാസി ബഡ്ഡിയും അതും ഇതുമാകിയിട്ട് ദുനിയാവ് ചെന്നിട്ട് ദുനിയാവായിട്ട് ഇങ്ങനെ മരിച്ചു പോയവണു ഓണേനെ കവർ കാത്തുന്നുണ്ട് ബാ വടിവാട്ടർ നിൽക്ക് ഭാര്യ കച്ചിന്നല്ല എൻ്റെ മേലെ നീന് ദാ നിക്ക് റെഡിയാക്കി വെച്ചിരെ ചെന്നിട്ട് അവിടെ എന്തായിട്ടുണ്ടു കവറിങ്ങനെ വിളിച്ചുകൊണ്ടുണ്ടൂല കവറിങ്ങനെ കാത്തുകൊണ്ടുണ്ടു പോകണ്ടേ അപ്പം എന്തി കൊണ്ട് ലേറ്റാക്കണു വേഗം എന്താക്കണു അവൻ്റെ വേഗം ഒത്ത ഇട്ടുവിട്ടു അവൻ പൊട്ട് ചെന്നിട്ട് അവൻ്റെ വേ അടക്കണു യക്കൂലൽ കബറു ലി മയ്യത്ത് ഹീന യൂലാഹു ഫീഹി കബറിങ്ങനെ ചൊല്ലൂല മയ്യത്ത് ഇങ്ങനെ വെക്കുമ്പോൾ വൈഹക ഇബ്നു ആദം മാ ഗർറക ബി നിക്ക് നാശ എന്തൊരവസ്ഥ നിൻ്റെ ആര് ചൊല്ലത് കബർ ചൊല്ലേ വൈഹക്ക യാ ഇബ്നു ആദം മാ ഗർറക ബി നിൻ്റെ അവസ്ഥ എന്തൊരിത് അലം താലം നീ ഗൊന്തില്ലേ ಅನ್ನಿ ಬೈತುಲ್ ಫಿತ್ನ ನಾನು ಫಿತ್ನಡಾಗಾನಿ ಗೊಂತಿಲ್ಲೆ ಒ ಬೈತುಲ್ ದುಲ್ಮ ನಾನು ಚಿಮ್ಮೆಡಗಾನಿಗೆ ಗೊಂತಿಲ್ಲೆ ಒ ಬೈತುಲ್ ವಹ್ದ ಏಕಾಂತತ್ತೋ അഗാണ്ട് എനിക്ക് ഗൊന്തില്ലേ എത്ര വാൾ കേട്ടറാണിങ്ങ എത്ര പള്ളിയിൽ സ്പീച്ചായത് എത്ര ഖുർആൻ ഓതിരാറ് എത്ര ഉസ്താദ്മാർ ചൊന്തറാറ് ആയങ്ങനെ ഗൊന്തില്ലാത്ത പൊട്ടറ പോലെ വന്ന് ഉണ്ടല്ലേ നീന് ഒബൈത്തു ദൂത് നാണ് പുലുകളോ അഗാണ്ട് എനിക്ക് ഗൊന്തില്ലേ പിന്നെന്തിനെ ഇങ്ങനെ ഒട്രാസയുടെ ചൊന്നിട്ടു എന്താക്കൂല കബറിലിങ്ങനെ വെക്കുമ്പോൾ കബറിങ്ങനെ വിളിച്ചു വെക്കൂല ഞങ്ങൾ സാധാരണ ബേക്കറിയാണ് വന്നിട്ടുണ്ട കബറ് ചെന്നിങ്ങ അതാ ഒരു ഗുലി 6 അടി മണ്ണ് അതിലിങ്ങനെ ഉൾക്കൊരു സുമ്പാക്കിയിട്ട് അതിലൂടെ ഇങ്ങനെ വെക്കില്ല ഒരു വിഷയം കൂടി ഞങ്ങൾ ഇതിനിടയിൽ ചിന്തിക്കാനായത് ഈ കബറുകൾ ഞങ്ങൾ ഇങ്ങനെ മയ്യത്ത് വെക്കുമ്പോൾ ചില മയ്യത്ത് വിക്രങ്ങളുള്ളവരല്ലേ മയ്യത്ത് ഇങ്ങനെ വെക്കുമ്പോൾ സാധാരണയായിട്ട് കൂടെല്ലാം എങ്ങനെ ചെന്നെങ്കിൽ മയ്യത്ത് കബറിങ്ങനെ അട്ടെന്നെങ്കിൽ കൂടെ വന്ന് വെച്ചിട്ട് മെല്ലെ ഉൾക്കൊലിക്കല് അതായിട്ട് അതല്ല സുന്നത്തായ ക്രമേണ ചെന്നെങ്കിൽ കബറിതാ ഇങ്ങനെ കബറിന്നെങ്കിൽ മയ്യത്ര ഇങ്ങനെ ഉദ്ധത്തിൽ ഇങ്ങനെ എടുത്താൽ വന്നിട്ട് ഇങ്ങനെ വെക്കല് ഇതായിട്ട് സുന്നത്ത് ഞാൻ മദീനത്തെ കബറിൽ 2 വട്ടം കബർ കഴിഞ്ഞേരെ 2 വട്ടം ചാൻസ് കിട്ടില്ല അവിടെ എല്ലാ കബറും ഞാൻ നോക്കിയത് സാധാരണയായിട്ട് ഇരിക്കൽ ഇങ്ങനെതാണ് ഇങ്ങനെ വെച്ചതാണ് നിൽക്കൽ കൂടെ ഉസ്താദ്മാർ കുറേ ആളെണ്ണ കേട്ടപ്പോൾ ഫിക്ർക്ക് എല്ലാ കിതാബിലും കാണുമേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കലല്ല കോന്നര ഉദ്ധത്തിയെ കോന്നര ഇങ്ങനെ ഇരിക്കൽ അതായിരിക്കും സുന്നത്ത് അപ്പോൾ അതൊന്ന് നെനപ്പിച്ചോളൂ കബർ പോകണമെങ്കിൽ ചെന്നുകൊണ്ട് കുറേ കൊന്തിക്കില്ല ഞങ്ങൾ ഇങ്ങനെ സാധാരണ കൂടെ ഇങ്ങനെ ചെന്നെങ്കിൽ ഇങ്ങനെ കബറിന്നെങ്കിൽ ഇതുകൂടെ ഇങ്ങനെ വെക്കലാണ് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അങ്ങനല്ല കബർ ഇങ്ങനെ പെണ്ണാനിക്ക് ഇങ്ങനെ തൊണ്ട് കുറേ വെക്കൽ അവിടെ ഇങ്ങനെ ഇതായിരിക്കും ഇത്തിബാവ് സുന്നത്ത് ഫോളോ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കണം അതായിരിക്കും എല്ലാ ജാഗിലും സുന്നത്തായ ക്രമം അപ്പോൾ അതൊന്നും വിഷയം എന്താക്കണം നിലവെച്ചോളൂ സാധാരണയായിട്ട് ഞങ്ങൾ പേടിക്കുകയാണ് ചെന്നെങ്കിൽ കബർ ചെന്നെങ്കിൽ ഒരു ചെറിയൊരു ഗുലി അതിലൊഴുക ദിക്കരെ ബന്ധാക്കി വിടുന്നു അതല്ലേ അല്ല അതൊരു
ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇങ്ങനെ ആക്കുറിച്ചുള്ള ഒരു പ്രോസസ്സ് മാത്രമായിട്ട് യഥാർത്ഥത്തിൽ ആലമുൽ ബർസഖ് ഖബർ ജീവിത ചെന്നെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് ജീവിതം. ഉദാഹരണക്ക് കപ്പലിൽ ഒരാൾ മരിക്കുക, തന്നിക്ക് മുട്ട് മരിക്കരുത്, മറിച്ച ആളെ മീൻ നിന്ന് കടൽ പോകും, അല്ലെങ്കിൽ കത്തിട്ട് നാശാവളോ എവിടെ മയ്യത്ത് എന്തിനു കൊന്നില്ല, കാട് കേൾക്കുമ്പോൾ കൊന്നിട്ടിട്ടാറ് ആറ് എവിടെ കിട്ടിയിട്ടില്ല, മൃഗങ്ങളെ തിന്നിട്ട് കാലിയാക്കി വിട്ടു. അപ്പോൾ അങ്ങ് കബർ വേണ്ടേ? അപ്പം അങ്ങ് കബർ ജീവിതം ഉണ്ടാ? കബർ ജീവിതം നിങ്ങൾ ആലമൽ ബർസഖ് അതൊരു ജീവിതം. അവന് എങ്ങനെ വേനെ മരിക്കട്ടെ, ഒന്ന് അവനക്ക് അള്ളാഹു വലിയൊരു സുഖം കൊടുക്കും, അല്ലെങ്കിൽ അവൻ വലിയൊരു പരാജയം അല്ല കൊടുക്കും. രണ്ടിലേത് ഓർ തീരുമാനം അവിടെ. ഇതല്ലാത്ത രണ്ടല്ലാത്ത മൂന്നാമത്തൊന്നില്ലേ. ഇന്നമൽ ഖബറു നബി തങ്ങൾ ചൊന്ന ഹദീസായിരിക്കും, ഇന്നമൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്ന് അത് സ്വർഗ്ഗമായിരിക്കും, ഔ ഹുഫ്റത്തും മിൻ ഹുഫ്രി നീറാൻ, അല്ലെങ്കിൽ അത് നരകമായിരിക്കരുത്. ഇത് രണ്ട് മാത്രം, മൂന്നാമത്തൊന്നില്ല. അപ്പോൾ ഖബർ ഇതൊരു ഞങ്ങൾ ആക്കട മാത്രം ഇങ്ങനെ നിയമ ശരണടിയും ഇങ്ങനെ ആക്കും. പക്ഷേ അതുപോലെ അല്ല. ഖബർ വെച്ചാനിക്കമേ അത് ബെടക്ക് ഖബറുണ്ടായെങ്കിൽ, ബെടക്ക് മയ്യത്തുണ്ടായെങ്കിൽ ആ ഖബറെന്താ അവിടെ ഭയങ്കര രണ്ടിങ്ങനെ പൂട്ടു ചിമ്മാവിടും. പിന്നെ നരകം ഇങ്ങനെ അവനക്ക് അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവനോട് ചൊല്ലും മക്കഅദുക, ഇത് അതിൻ്റെ ജാഗ ഇത് അതാ അവിടെ നീ ഇനി പോണ്ടേ. ചെന്നിട്ട് ഓണ്ട് മേലെ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കൂ, ഓടെ കബറിൽ ഇങ്ങനെ വെച്ചിട്ട് ഓണ് ഭാര്യ ടെൻഷനിൽ അവത്തും ഉമ്മ അബ്ബ ആറും ഇല്ലാണ്ട് എല്ലാം ആക്കിയിട്ട് സഡൻ ഓൺ ഒരു വേറെ ചിട്ടിക്കല്ല ഓൺ ഞാൻ എൻ്റെ നാളെ കബറ് എത്തര ചെന്നിട്ട് ഓണ് വേറെ ഓണ്ട് പ്രോഗ്രാമെല്ലാം വേറെ അവിടെ ഇതാക്കരുത്, ഇവിടെ പാനിയ കച്ചവടം അതും ഇതും എല്ലാം ആയിട്ടിക്കുമ്പോഴായിരിക്കും സഡൻ മരിക്കുന്ന സഡൻ കബർക്ക് വെച്ചിട്ട് എല്ലാവരും വിട്ടുപോയാറോ ഉണ്ട്. സോ ആ ലാസ്റ്റ് മക്ക ആ മക്കും പോയിട്ടുള്ള അതുകൊണ്ട് കണ്ടോണ്ട് ഇങ്ങനെ പോകേണ്ടത് ഓരോരാൾ എല്ലാവരും വിട്ടിട്ടല്ല ആയാലും പിന്നെ കബർക്ക് എത്തിയാൽ പിന്നെ ഓണു മലക്ക് വന്നിട്ട് ചോദ്യം കേൾക്കിട്ടുണ്ടെങ്കിൽ എല്ലാം പഠിച്ചു വെച്ചിട്ട് മറബുക്കാവുമോ ദീനുക്കാൽ വന്നിട്ടല്ല. അപ്പോൾ ഏത് ഭാഷയിൽ കേൾക്കടേ അറബിയിലടിക്കടി കേൾക്കരുത്. അപ്പോൾ അറബി കൊന്തില്ലാത്ത എന്താക്കടോ വെച്ചൊന്ന് ടെൻഷനാണെന്ന് വേണ്ട. അത് അള്ളാഹ് എന്താക്കുക, അപ്പോൾ പരിപാടി കൊടുക്കുക. നല്ല മയ്യത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറബി വേണ്ട. കാരണം എന്താ കൊണ്ടുണ്ടാ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം എല്ലാം മരിക്കുന്നതോടെ ക്ലോസ് ആയിട്ടാണ്. പിന്നെ അറബി മീഡിയം ഫുൾ സ്റ്റാർട്ട്, പിന്നെ ഇംഗ്ലീഷ് മീഡിയം പോയി കവറിൽ വെച്ചാൽ പിന്നെ അറബി മീഡിയം സ്റ്റാർട്ട് ആയിട്ടോ. പിന്നെ മലക്ക് വന്നിട്ട് അറബിൽ മുണ്ടരി, പിന്നെ സ്വർഗത്ത് പോയിട്ട് അറബിലെ മുണ്ടരി, നരകത്ത് പോയിട്ട് അറബിലെ മുണ്ടരി, നരകത്തിൽ അറബായിട്ടും അറബിൽ, പിന്നെ ഫുള്ള് അറബി മീഡിയം. ഇംഗ്ലീഷ് മീഡിയം ക്ലോസ് ആവും, ഇവിടേക്ക് മരിക്കലോടെ ക്ലോസ് ആവും. അപ്പോൾ ഈ അറബി പറയാത്ത ആൾ എന്താക്കുക, അത് അള്ളാഹു താല ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് എന്താക്കുക ആ ഭാഷ പരിപാടി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടോട്ട് ഇങ്ങനെ ക്വസ്റ്റനെല്ലാം കേട്ടിട്ടാകുമ്പോൾ ഓടെന്താക്കുക ബെടക്ക് മയ്യത്തുണ്ടായെങ്കിൽ ഹാ ഹാ നഗുന്തില്ല ഇങ്ങനെ എന്താക്കുക ഓടിങ്ങനെ ചൊല്ലുമ്പോൾ ഓണിക്ക് എന്താവും ശിക്ഷയുടെ രുചി ഇങ്ങനെ അനുഭവിക്കുക സ്റ്റാർട്ടാവും. ചില അടിയെല്ലാം പോലും സ്റ്റാർട്ടാവും. ഓരോ അടിക്ക് ഭൂമിയിൽ അടിക്ക് പോയിട്ട് ഇങ്ങനെ മേൽ വേണ്ടാന്ന് ചൊല്ലും. അങ്ങനെ അതെല്ലാം ആയാൽ പിന്നെ അവിടെ ഒരു ഓപ്പണിങ് അല്ല ഇങ്ങനെ ആക്കി കൊടുക്കണം. അതിൽ ഇങ്ങനെ കാണ്ട് നരകത്തിൽ ഇങ്ങനെ നരകം ഭയങ്കരമായ ഭീകരമായ നരകം ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ട്. പിന്നെ ഓണ്ടോട് ചൊല്ലും ഇതാ നീന് ആ നരകത്തുകാരിക്ക് ഇനി പോകേണ്ടതാ, ടെൻഷൻ എന്താക്കണ്ട, ഇനി പോകേണ്ട അവിടേക്ക് ഇതാ. ഓനക്ക് അതേ മയ്യാവില്ലേ, ഉടനെ ഭയങ്കര ടെൻഷനായിട്ട് ഇവിടെ ഉള്ള ഇനിയിപ്പോൾ നെക്സ്റ്റ് പോകേണ്ട എവിടേക്ക് ആ നരകത്തുകാരിക്ക് ഇനി പോണ്ടിക്കാമെന്ന ആളായാൽ പിന്നെ അവർ തോന്നി ഈ കഷ്ടം അനുഭവിച്ചിട്ട് കുറിച്ച് ചൊല്ലുമ്പോൾ ഓനക്ക് ആ ടെൻഷനേമയ കൊണ്ട് ഇടീ ബർബാദാവും. ടെൻഷനിലും തലവെച്ചത്തിലും അവൻ അറബായി മീത്ത് മനുഷ്യല്ലാത്ത എല്ലാം കേൾക്കൂ. മനുഷ്യ മീത്ത് കണ്ടെങ്കിൽ ഫസ്സുലിക്ക അപ്പമേ അവൻ എന്താവാ മരിച്ചു പോവാണ്ടായിരിക്കും ഹദീസിൽ ചൊല്ലി. ഇനി നല്ല മയ്യത്തുണ്ടായെങ്ക നല്ല മയ്യത്തായ ആൾ കബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മലക്കിങ്ങ പണ്ട് വന്നിട്ടിങ്ങനെ കേട്ടിട്ട് ആ മൂന്ന് ആൻസറെല്ലാം ചൊല്ലുക ആവടും. പിന്നെന്താ അവിടെ കൊണ്ടുണ്ടാ അവൾക്ക് വേറെ രൂപത്തിലുള്ള പ്രയോജനമുള്ള പണ്ട് അവിടേക്ക് ഒരാൾ പണ്ട് നല്ല ഘട്ടപ്പെട്ട ഒരാൾ അത് ആറ് കൊണ്ടുണ്ടാ ഓണാക്കിയ എല്ലാ നല്ല കർമ്മം സത്കർമ്മം അവിടെ ഓണക്ക് ഒരു ടൈം പാസ് ചെയ്യാനായിട്ട് പണ്ട് അങ്ങനെ അവിടെ ഒരു ഓപ്പണിംഗ് ആക്കി കൊടുക്കും. ആ ഓപ്പണിംഗ് ആക്കി കൊടുക്കുമ്പോൾ അതിലൂടെ അവർക്ക് സ്വർഗ്ഗം കണ്ടുകൊണ്ടുണ്ടു. എന്നിട്ട് അവൻ്റെ കൂടെ ചൊല്ലു ഇതാ ഇനി നീ പോകേണ്ടതായ അവിടെ കാട്ടി സ്വർഗത്ത് കാട്ടിക്ക്. അതുകൊണ്ട് നീ ഒന്ന് ടെൻഷൻ ആക്കണ്ട. പുതിയ ആപ്പല ഉറങ്ങിയ പോലെ നീ ഉറങ്ങുന്നവരോട് ചൊല്ലു. പിന്നെ അവർ ഉറക്കി നിസ്കരിക്കോട്ടില്ല, നോമ്പിടിക്കോട്ടില്ല, രാത്രി ജീവിതം, ഒരു ടെൻഷനും ഇല്ല. ഇനി നെക്സ്റ്റ് പോകേണ്ട എവിടേക്ക് സ്വർഗത്ത്. അവൻ ആ ചെന്നില്ല രണ്ട് വിഷയ തീരുമാനമായിട്ട് അവിടെ അത് എപ്പോൾ ചൊല്ല ചിലപ്പോൾ നാളെയായിരിക്കും. അള്ളാഹു ഞങ്ങൾ ആയുസ് തയ്യാറാക്കി തരട്ടെ. അപ്പോൾ എന്തേ ഒന്നാ നരകത്ത് തിന്തോണ്ട് നരകത്ത് വെച്ചിട്ട് അവൻ്റെ കബർ നരകായം അല്ലെങ്കിൽ അവൻ്റെ കബർ എന്താവുള്ളൂ. അതായത് നബി തങ്ങൾ ചൊന്നേ ഇന്നമൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നാ സ്വർഗത്ത് തോട്ടായിട്ടിക്കൂ ഔ ഉഫർത്തും മിൻ ഉഫ്രിൻ നീറാൻ അല്ലെങ്കിൽ നരകത്തിൽപ്പെട്ട ഒരു നരകായിട്ടിക്കൂ ഉണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാനായത് ഖബറിൽ ഇങ്ങനെ വെച്ചലോട് കൂടെ ഞങ്ങൾ പേശാനിക്കൊന്നും അല്ല അവിടെ ലോകമേ പേര്. ഇനിയൊരു ഡൗട്ട് ഈ ഖബറിൽ വെച്ചാൽ പിന്നെ ആൾമാർ
അങ്ങനെ റൂഹു ഫസ്റ്റ് അങ്ങനെ റൂഹ് അവിടെ കൊണ്ടുവന്നെങ്കിൽ നല്ല മയ്യത്തുണ്ടായെങ്കിൽ ഇല്ലിയിൽ ചൊല്ലോ അല്ലെങ്കിൽ അള്ളാഹുടെ ഒരു വിശേഷമായ ജാഗയ്ക്ക് പോയിട്ട് രണ്ടാമത് അങ്ങനെ റൂഹ് എന്താ അവിടെ തിരിച്ചിട്ട് വേണ്ട സാധാരണയായിട്ട് തിരിച്ചിട്ട് അവിടെ എന്താ അവിടെ തടിക്ക് വേണ്ട പിന്നെ അടിക്കറ് ചിലപ്പോൾ നല്ല മയ്യത്തുണ്ടായെങ്കിൽ അവന് ഓരോ അവൻ്റെ ഫാമിലിയിലങ്ങ് ആക്കടെ ഓരോന്ന് അവനക്ക് അല്ല കാട്ടി കൊടുക്കാം ചെറിയ വിഷയം ഓരോന്ന് കാണും ഒരു ഹദീസ് ചൊല്ലുന്നൊക്കെ ഭാര്യ ഹദീസായി വെച്ച് ഞാൻ അതിനെ പറ്റി സെർച്ച് ആക്കുമ്പോൾ ഒരു ഹദീസിൽ ചൊല്ലു ഒരാളിങ്ങനെ മരിച്ചിട്ട് വേറെ ആൾമാർ പുതിയ ഒരാൾ വണ്ടൂലല്ലേ പുതിയ ഒരാൾ മരിക്കും അതായത് ഒരാൾ മരിച്ചിട്ട് കബറിലുണ്ട് അപ്പം അടിക്കൽ പുതിയ ഒരാൾ വണ്ട് പുതിയ ഒരാൾ വന്നിട്ട് അയാളൊട്ട പുതിയ ആൾ പറഞ്ഞതാ അർവാഉൽ അഹ്യാഹി ഇദാ ഖുബിലത്ത് തജ്തമിഉ ബി അർവാഹിൽ മൗത മരിച്ച ആള് ഖബറിൽ ഇങ്ങനെ എത്തിയിട്ടാവും പുതിയ ഒരാളിങ്ങനെ ഖബറിൽ എത്തിയിട്ടാവും ഉദാഹരണത്തിൽ ഈദ്ഗാഹ് പുതിയ മയ്യത്ത് എത്തി പിടിക്കുക അങ്ങനെ മയ്യത്ത് ഇങ്ങനെ കൊമ്പ് വെച്ചിട്ടാകുമ്പോൾ അവിടെ എന്താ അവിടെ കൊണ്ടുണ്ടാ തജ്തമിഉ ബി അർവാഹിൽ മൗത അവിടെ നല്ല ഇരട്ടമുണ്ടോ എവിടെ ഈദ്ഗത്തിൽ ഫസ്റ്റ് പോയ ഞങ്ങൾ ഇരിയങ്ങളില്ലേ അങ്ങെല്ലാം വന്നിട്ട് അവിടേക്ക് വേണ്ടി ഏതുപോലെ ഞങ്ങൾ ഗൾഫിൽ പോയാൽ പിടിക്കുക ദുബൈക്ക് പോയാൽ അല്ല പുതിയ ലഗേജ് എല്ലാം എടുത്തോണ്ട് പോയാൽ അവർ ചിന്നവർ അപ്പോൾ അവിടെ ഞങ്ങളെല്ലാം വന്നിട്ട് എന്താ റാസി ബിൽഡാറ് എന്തിനാ വന്നിട്ടില്ല അവനങ്ങനല്ല ഓനങ്ങനല്ല ഇന്നങ്ങനെയല്ല രാജയ്ക്ക് അങ്ങനെ അവിടുത്തെ അവലങ്ങനല്ല ഓലങ്ങനല്ല ഇങ്ങനെ എല്ലാ ബിസി ഇങ്ങനെ കേൾക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലേ അതേപോലെ ഹയാത്ത് ഞങ്ങളെ ಬಗ್ಗೆ ഈ മരിച്ച ആളോട്ട് അങ്ങ് കേൾക്കണമല്ലോ ബാക്കി ഫസ്റ്റ് പോയങ്ങ എല്ലാം ഒട്ടി കുരിട്ട് അപ്പം അങ്ങ് ചൊല്ലുമല്ലോ അവിടെ നിങ്ങൾ ഗടിപിടിയാക്കണ്ട ബന്ധത്തിലല്ലേ ഗടിപിടിയാക്കിയിരിക്കാൻ തെല്ല് ബർത്ത് ഇപ്പം റൂഹെല്ലാം പിടിച്ചിട്ട് ഭാര്യ മുമ്പെല്ലാം ആയിട്ട് കഷ്ടപ്പെന്നിട്ട് പ്രയാസപ്പെട്ടിട്ട് ഈ ലോകത്ത് എത്തിയത്തരല്ലേ ഗടിപിടിയാക്കണ്ട തെല്ല് റെസ്റ്റ് എടുക്കട്ടായാലും വന്നിട്ട് എച്ചത്തരല്ലേ ചെന്നിട്ട് അവിടെ എന്താക്കാറ് ബാക്കി നിങ്ങൾ ചൊല്ലോ അങ്ങനെ എന്തായാലും എല്ലാം ഒട്ടി കൂടിയിട്ട് കേൾക്കടാറുമല്ല ഫയക്കൂലുന മാ ഫഅല ഫുലാനുൻ അവനല്ല ഒരാളുടെ പേര് ചെന്നു അബ്ദുള്ള അങ്ങനല്ല എൻ്റെ മോൻ അങ്ങനല്ല ನನ್ನ വലിയ മോനെ അങ്ങനല്ല ചെറിയ മോനെ അങ്ങനല്ല എൻ്റെ പെഞ്ഞെ അങ്ങനെയുള്ള ആള് പിന്നെ കേൾക്കുറോല ഇത് ഹദീസിൻ്റെ വാചകാരികൾ ഞാൻ വായിച്ചിട്ടില്ലേ ഫയഖൂലുന ഫുലാൻ തസവ്വജ അവര് ഭയങ്കര ഇത്താ ഓണ് പെഞ്ഞേരെ ಬಗ್ಗೆ കേൾക്കേ പെഞ്ഞേരെ വിട്ടു വന്നതല്ലേ മരിക്കുമ്പോൾ പെഞ്ഞേരെ വിട്ടു വന്നതാ പണ്ടവർ ശൈലി എത്ത് കാഫിരിങ് അല്ലെങ്കിൽ ഒന്നിനിക്ക് സത്യദഹന പദ്ധതി ഉണ്ട് അതായത് മാപ്പിള മരിച്ചെങ്കിൽ പെഞ്ഞയുടെ അതേ തീക്ക് ഉപരിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ത്യത്തിലിരുത്ത് നമുക്ക് ലൈവായിട്ട് അങ്ങനെ ജീവനായിട്ട് തീക്കിട്ട് മാപ്പിള മരിച്ചെങ്കിൽ ആ പെഞ്ഞരെ കെട്ടിട്ട് കൊന്നിട്ട് ആ തീക്കിട്ടിട്ട് കൊന്നു നിന്ന അങ്ങനത്തെ ഒരു പദ്ധതി ഇന്ത്യത്തിലിരുത്ത് സത്യദഹന പദ്ധതി ചൊല്ലേക്ക് അത് ഇസ്ലാമിലില്ല അപ്പോൾ ഇസ്ലാമിൽ എന്തൊരു ചൊന്നെങ്കിൽ ഒരാൾ മാപ്പിള മരിച്ചിട്ടുണ്ടായെങ്കിൽ ഈ പെഞ്ഞയ്ക്ക് എന്താക്കാം വേറെ മങ്ങിലാവാം അതൊരു ക്രമം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു കിതാബിൽ ഒരു മസാല കാണുന്നത് എന്തിനാ തോന്നുന്നുണ്ട് ആ മസാല ഒരാൾ മരിച്ചിട്ട് ആയാൽ പിന്നെ ഹയാത്തായിട്ട് വന്ന് ഖബറിച്ച് ಬಂದೆಂಗೆ ಅಯಾಲ ಸುತ್ತಾರುದು ಓದಿಟ್ಟೆಲ್ಲ ಓದಿ വെച്ചിട്ടെಲ್ಲ ಆಯ್ತು പെഞ്ഞെ ആറുക ഓല പെഞ്ഞെ അവൻ ഉണ്ടാ ഇല്ലേ ചിലർ ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾ ചൊല്ലുവാറ് മരിച്ച ആൾക്ക് ഹയാത്താവിടെ ഹയാത്താവില്ല ചൊല്ലുന്നില്ല ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തൊരു സംഭവം ഉണ്ട് ഈസാ നബി അലൈഹി സ്വലാം ആൾമാർ ഭയങ്കര പിടിവാശില്ലാണ് ആ ആൾമാർ കേട്ടാ യാ ഈസ കബറുണ്ട് വലിയ വലിയ ബുഡ്രാറല്ലേ നിങ്ങൾ അതുണ്ട് ഇതുണ്ട് അങ്ങനുണ്ട് ഇങ്ങനുണ്ട് നിങ്ങൾ തീരെ ഓർക്ക കബർ ഉൾക്കാലം ഒന്ന് പുറത്തേക്ക് കാട്ടണം കബറിൽ അത് മണ്ണ് നീലിട്ട് പോയതല്ലേ ഒന്ന് ഞങ്ങൾ കാട്ടണക്ക വലിയ ബുഡ്രാറല്ലേ അങ്ങനെ ഉണ്ടല്ല ഒന്ന് എല്ലുപാടി കാട്ടു അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാം അല്ലേ മൂസ അലൈഹി സ്വലാം ഓർമ്മ കറക്റ്റ് ഓർമ്മയല്ല എനിക്ക് അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാം എന്താക്കർ കൊത്തുണ്ട ഒരു കബറിന് മുട്ടപ്പുണ്ട് അത് ആരെ കബർ കൊത്തുണ്ട ബഹുമാനപ്പെട്ട ആദൻ നബി അലൈഹി സ്വലാമിയുടെ മൂന്ന് ഷാം ചെല്ലുന്ന കബർ 4000 വർഷമായാലും മരിച്ചിട്ട് ആറ് ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ മൂന്ന് ഷാം ചെല്ലുന്ന കബർ മുട്ടായിടിക്കറ് ഈസാ നബി അലൈഹി സ്വലാം ആൾമാരെ കുട്ടിയെടുക്കൊണ്ട് വരും കാട്ടണെങ്കിൽ വറുണ്ട് അങ്ങനെ ഇങ്ങനെ പോയാൽ നോക്കോയാൾക്ക് ആറ് പറല്ല എങ്ങനെയുണ്ട് ഇങ്ങൊന്നും ഇയാൾ കാട്ടില്ല അങ്ങ് ഉറപ്പുണ്ട് ഇയാൾ എന്താക്കില്ല കാട്ടില്ല ഇയാൾ കുടുംബമുണ്ട് അങ്ങ് ഉറപ്പുണ്ട് പക്ഷേ ഈസാ നബി അലൈഹി സ്വലാം ഉറപ്പുണ്ട് ഞാൻ എടുത്ത് കാട്ടുന്നുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് കുമ്പി ഇതിനില്ല അള്ളാഹുടെ ഇതിനെ കൊണ്ട് ഇനി ചൊല്ലുമ്പോഴായിട്ട് കബർ ഇങ്ങനെ തൊട്ടായി പൊട്ടിട്ട് ഒരു താടി വെച്ചിട്ട് ഭയങ്കരമായ ഒരാലോചിച്ചിട്ട് നിൽക്കടേ നിന്നിട്ട് സലാം ചൊല്ലി അസ്സലാമു അലൈക്കും യാ ഈസാ റസൂലുള്ളാഹ് ഇങ്ങനെ നോക്കിയിട്ട് ബാക്കി നിങ്ങൾ അയാത്തിലുള്ളമ്മ അല്ല മടിച്ചിരമ്മ എന്തിരി കിനാവാണമ്മ അവരെ തട്ടവേണ്ടിങ്ങനല്ല എന്തിരിത് വിഷയം തരുത് നേരാ വരുത്തേക്ക അങ്കി ഒരു ഡൗട്ട് അങ്ങനെ ലൈവായിട്ട് അങ്ങ് കാട്ടി കൊടുത്തു
അങ്ങനെല്ല പലക്ക പറഞ്ഞിട്ടല്ല കുറേ വിഷയമെല്ലാം കേട്ടിട്ട് എങ്ങനെ ഉണ്ട് കബർ വിഷയ മരിക്കുന്ന മുമ്പിൽ എങ്ങനെ ഉണ്ടോ അതെങ്ങനെ ഉണ്ട് ഇതെങ്ങനെ ഉണ്ട് കുറേ വിഷയമല്ല ആക്കിയാൽ പിന്നെ രണ്ടാമതായാലും ഇട്ടാണ് പോയിട്ട് കബറിಗೆ പോയിട്ട് ചരിത്ര ചൊല്ലു. അപ്പോൾ അതുകൊണ്ട് അത് റേറായിട്ട് എവിടെയെങ്കിലും മരിച്ചങ്ങ് അയാത്താവോ തീരാണ്ടൊന്നും ഇല്ല. അങ്ങനെ ഉണ്ട് അയാത്തായത്. അങ്ങനെ അയാത്തായെങ്കിൽ അങ്ങനെ സ്വത്താർക്ക് രണ്ടാമത് വന്നിട്ട് അങ്ങോട്ടെല്ലാം ഓതി വെച്ചിട്ടേ ഇതിൽ പാടെ വന്നോ അയാൾ നല്ല ഓതിയാക്കിയിട്ട് അടിച്ചിട്ടുണ്ടമ്മ അല്ല കൊടുക്കണം അയാൾക്ക്. അയാളെ പെഞ്ഞ് വേറെ മങ്ങിലായെങ്കിൽ ആ പെഞ്ഞ് രണ്ടാമത്തെ അലാകാക്കി ഇയാൾക്ക് പറഞ്ഞ ഇങ്ങനത്തെ മസാല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈത്തമില്ലാണ്ട് കിതാബിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടതിനാണ് നോക്കിയത് നോക്കറുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ആവില്ലാണ്ടില്ല റേറായിട്ട് അവിടെ ഏതായിട്ടും ഈ ആൾമാർ മരിച്ചു പോയങ്ങ ആൾറെഡി മരിച്ചു പോയങ്ങ എല്ലാവരും ഒട്ടിಗೆ കൂടിയിട്ട് ഇയാളെ പരമാടി ഇടിക്കാറുള്ള ನನ್ನ ಬೆಂಜಿ ಮಂಗಿಲಾಯಾಲ ನನ್ನ ಮೋಲ್ಗರು ಪುತ್ಸಟ್ಟಾಯಿಂತಲ್ಲಿ ಮಂಗಿಲೆಲ್ಲ ತಿಂತ അവിടെ അങ്ങനെ ഇത്ത് ഓനങ്ങനല്ല അവനങ്ങനല്ല അവനൊക്കെ മൊബൈലിൽ പിരാൻ കുട്ടാണ് സമയമാണ് ഇപ്പം ഇങ്ങനെ ഓരോന്ന് ബിസിങ് ഇങ്ങനെ കേൾക്കിടാറുള്ള ഓ യക്കൂലൂന അലം എത്തിക്കും അങ്ങനെ ഫുലാനും തസവ്വദ ഫുലാനും നല്ല ഹാനി ഹസനത്തിൻ നല്ല മോനങ്ങനല്ല നല്ല ആയിട്ടാണ് ഇപ്പം നാം മരിച്ചാൽ പിന്നെ നല്ല ആയിട്ടാണ് അവിടത്തോളം നല്ല ആയിട്ടില്ലല്ലേ ഇങ്ങനെ ഓരോ ബിസി ആരോട്ട് കേൾക്കണേ പുതിയ ആയിട്ട് പോയ ആളോട്ട് കേൾക്കണേ ചിലപ്പോൾ നമുക്ക് പോവാ ക്വസ്റ്റ്യൻ നമ്പിക്കും എല്ലാം പഠിച്ചു പോകുന്നുണ്ട് ബിസിയെല്ലാം ಊಟ ಬಿಸಿ ಎಲ್ಲ ಚೆಲ್ಲಿ അറിഞ്ഞിട്ട് വെക്കും അവളങ്ങ് കേട്ടപ്പോൾ നക്കതൊന്നും തരില്ല അപ്പോൾ എസിക്കല്ലേ അപ്പോൾ അവിടെ എന്താക്കുന്നു ബിസിയല്ല ചൂന്ന് കൊടുക്കണ്ടേ ഞങ്ങൾ അവൻ എങ്ങനെയുള്ള അവൻ എങ്ങനെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വേറുണ്ട് അപ്പോൾ ആറല്ല എങ്ങനെയുള്ള ഉള്ളാറ് ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റിക്ക് ദുനിയാവിലെ കബറ് കണിക്കായിട്ട് ആറ് സമ്പർക്കവും ഇല്ല ആറ് സലാം ചൊല്ലില്ല കീൽ വെച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ കീൽ വെച്ചിട്ട് ഇങ്ങനെ പോയി ആറ് എന്തായാലും ಗೊತ್ತಿಲ್ಲ മുറ്റത്താവ് സീക്ക് ಬಂದ ವಿಷಯ ಗೊತ್ತಿಲ್ಲ എന്ത് ಗೊತ್ತಿല്ലാത്തൊരവസ്ഥ ಬರುತ್ತೀರ ಎಲ್ಲರ ಕಮ್ಯುನಿಕೇಷನ್ ಬೇನು ആറല്ല ഏതല്ല കഷ്ടത്തിലുള്ളവർ ഒരായത്തിൽ എന്തെല്ലാം ആയിട്ടുണ്ട് ആറല്ല മടിച്ചിടാറ് ഒന്നവിടുത്തെ ഗൾഫ് പോയിട്ട് വന്നോളൂ വന്നിട്ട് അവിടെ മങ്ങല വിളിക്കുക കറച്ചാറില്ല അങ്ങനെ പോയിട്ട് മങ്ങല വിളിക്കുക പോയിട്ട് കാക്കടം പറ ചൊല്ലുന്നുണ്ട് അപ്പോൾ ഉമ്മ വന്ന് ചോദിച്ചുള്ള ഇമ്മ കാക്ക മറിച്ച് 2 വർഷം എത്തി പാടേം കാക്കടം വിളിക്കൽ അതായത് ഈ ഗൾഫ് പോയിട്ട് വന്നിട്ട് ആ ദുനിയാവിടെ വിഷയം എന്ത് ബന്ധിക്കല്ലോ ഊട്ട വിഷയം ഈ മറിച്ചങ്ങനെല്ലാം മങ്ങി വിളിച്ചു വന്നിട്ടോ അപ്പോൾ അതുപോലെ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് പോയിരുന്നു അപ്പുറത്ത് പോകുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ കേക്കിടാറ് ഇങ്ങനെ വയക്കൂലൂന മാഫാല ഫുലാനും ഫയക്കൂൽ അലം എത്തിക്കും പിന്നെ കേക്കിടാറില്ലെങ്കിൽ അത് അവനും ഇവിടെ പോയിട്ടാ ഒരാളെ മറിച്ച് ഒരാളെ കേക്കടേ ആറുകൊണ്ട് എനിക്ക് ഈ പുതിയതായിട്ട് മരിച്ചു പോയ ആളോട്ട മരിച്ചങ്ങ് കേക്കടേ ഒരു എക്സാമ്പിൾ ചൊല്ലുക അബ്ദുള്ള കേൾക്കാം അബ്ദുള്ളോടല്ല ആട്ട് അപ്പം അങ്ങ് ചൊല്ലോല്ല അല മേത്തിക്കും അവിടെ വന്നിട്ടില്ലേ അവൻ മരിച്ചില്ല ഇവിടെ വന്നിട്ടില്ലേ ഇവിടെ എത്തിയിട്ടില്ലേ അവിടെ പാസ്സായില്ല ഇപ്പം ഇവിടെ എത്തിയിട്ടില്ലേ ഇപ്പോൾ ഗൾഫ് പാസ്സായിട്ടല്ലോ ഇവിടെ എത്തിയിട്ടില്ല അവിടെ എത്തിയിട്ടില്ല എന്തെങ്കിലും ആയിട്ടല്ലേ അപ്പോൾ അവിടെ മടിച്ചിട്ട് ഇപ്പം പാസ്സായില്ല നിങ്ങളോട് വന്നിട്ടില്ലേ ഞാൻ കേൾക്കണമല്ല അല മേത്തിക്കും ഫയക്കൂലൂന അപ്പം അങ്ങ ഈ വർച്ചാൽമാരെല്ലാം ചൊല്ലുമല്ലോ ഇവിടെ വന്നിട്ടില്ല ഇല്ല ഇവിടെ വന്നിട്ടില്ല ദുഹിബ ബിഹില ഉമ്മിൽ ഹാവിയ അപ്പം നരകത്ത് വീട്ടിക്കോണ്ട് അർത്ഥം എനിക്ക് അപ്പം ഇവിടെ എത്തിയിട്ടില്ലാണ്ട് അയ്യനോട് വീട്ടിക്കൂ നരകത്ത് പോയിട്ടിക്കൂ അതിൽ അർത്ഥം എന്താ ചൊന്നെങ്കിൽ ഈ ഇങ്ങനത്തെ ഈ ഒരു ഏർപ്പാടിനാ ചൊന്നില്ലല്ലോ ഒട്ടിക്കല്ല കൂടരണ്ടല്ല അത് മുസ്ലിമായ നല്ല മയ്യത്തുക്ക് മാത്രം അല്ല കൊടുക്കാണെങ്കിൽ ഒരു ഫെസിലിറ്റി ആയിട്ട് ബെടക്ക് മയ്യത്തിൻ്റെ അങ്ങ് അഡ്രസ് ഇല്ലാണ്ട് അവിടെ അല്ല അള്ളാഹു താല ഇല്ലിയും സിജ്ജിൻകായിട്ട് ഭൂമിയുടെ അടിയിക്ക് പോയിട്ട് ഉണ്ടാക്കറ എത്തുവാട്ടി വിട്ടുറാ ബെടക്ക് മയ്യത്തിൻ്റെ അങ്ങ് ഒരു സമ്പർക്കവും ഇല്ല അങ്ങ് അങ്ങനെ ശിക്ഷ അർജോട്ടിക്കിടാറ് നല്ല മയ്യത്തുക്ക് മാത്രമായിട്ട് ഇങ്ങനത്തെ വ്യവഹാരവും റായത്തുക്ക് വേണ്ടതും പൽക്കവാര്യവും ഒട്ടിക്ക് കൂട്ടുന്നതും ഒട്ടിക്ക് ഇതാക്കുന്നത് എല്ലാം അല്ല കൊടുക്കാനിക്കത്തത് അത് നല്ല മയ്യത്തുകായിട്ട് ബെടക്ക് മയ്യത്ത് ഉണ്ടായെങ്കിൽ അവിടെ അഡ്രസ് ഇക്കില്ല നോക്കൂ റായത്ത് അപ്പം അത് കട്ടി വിട്ടുറാറ് പക്ഷെ അവിടെ എത്തിയിട്ടില്ല അങ്ങനെ ചൊല്ലി അങ്ങനെ വന്നുണ്ടാ കൂടെ വന്നിട്ടേ ഇല്ലേ കൂടെ ഇല്ലേ മടിച്ചിടണം കൂടെ എത്തിയിട്ടില്ല ഞങ്ങളോട്ട് എത്തിയിട്ടില്ല അപ്പം അങ്ങ് പിന്നെ ചൊല്ലേനെ ഇല്ല ഇല്ല ദുഹിബ ബിഹി ഇല്ല ഉമ്മിഹിൽ ഹാവിയ അവൻ നരകത്ത് പോയിട്ട് പോട്ടവിടെ ചത്ത് പോട്ടണം എനിക്ക് എന്തേ നോക്കൂ അപ്പം അങ്ങ് സാപ്പയച്ചിട്ട് പോട്ടണം എനിക്ക് എന്തേ ബെടക്കാക്കി അങ്ങ് ബല ഇല്ലാണ്ട് അതിനർത്ഥം അപ്പോൾ അവൻ നരകത്ത് പോയിട്ടിക്കൂ അവനും ഹലാക്കായിട്ടിക്കൂ കൂടെ ഇല്ല അപ്പോൾ ബെടക്കായ മയ്യത്ത് അല്ല എന്താക്കില്ലേ അമ്മ അർവാഹുൽ മൗത ഫയജ്തമിഉൽ അല യൻസിറു ഇലൽ അദ്ന മേലെ പോയ റൂ നല്ല റൂ അല്ല എന്താക്കട കീഴ് പോകുള്ളൂ മേലെ പോകുള്ളൂ എല്ലാ വ്യവസ്ഥ ആക്കി കൊടുക്കറ റായത്തുക്ക് പറക്ക് ഔത്തങ്ങളെല്ലാം നോക്കാം ഔത്തങ്ങളെല്ലാം നോക്കിയിട്ട് ഔത്തങ്ങളായിട്ടല്ല വിഷയമല്ല പലക്ക വരെ കാവല്ല മാത്രം എന്തേ ഔത്ത് വന്നിട്ട് ഇങ്ങനെ പലക്ക പറഞ്ഞെങ്കിൽ അവിടെ മയ്യത്ത് യാറാവും ചാൻസ് ഉണ്ട് മരിച്ചു പോയ ഒരാൾ ഔത്ത് വന്നിട്ട് എന്താ മോനെ ചെന്നെങ്കിൽ എന്താ അവിടെ വേറെ ജന്മ മയ്യത്തോടെ ആവല്ലേ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ എന്താക്കില്ല അവിടെ കൊടുക്കില്ല പക്ഷേ അങ്ങ് വന്നിട്ട് ഇങ്ങനെ നോക്കാനാണെങ്കിൽ വ്യവസ്ഥ എല്ലാം ഉണ്ട് നോക്കിയിരിക്കാറ് പലക്ക വരാറ് എല്ലാക്കിടാറ് നല്ല മയ്യത്തുണ്ടായെങ്കിൽ അങ്ങ് വ്യവഹരിക്കുക ഷഹീദുണ്ടായ പിന്നെയും ചാൻസ് ചെയ്യാറുണ്ട് ഷഹീദായ മയ്യത്തുണ്ടായെങ്കിൽ അള്ളാഹുവിനായിട്ട് ജിഹാദാക്കിയിട്ട് യുദ്ധത്തിൽ ഷഹീദായ മയ്യത്തുണ്ടായെങ്കിൽ സ്വർഗത്തിൽ ഇങ്ങനെ അങ്ങ് പാരവട്ടിക്കിടാറങ്ങാണ് സ്വർഗത്തിൻ്റെ പാരവട്ടിക്കിടാറ് അതായത് ടോട്ടലായിട്ട് ഇവിടെ ചൊല്ലെങ്കിൽ ബെടക്ക് മയ്യത്തുണ്ടായെങ്കിൽ ഒരു ഫെസിലിറ്റിയും അല്ല കൊടുക്കില്ല നല്ല മയ്യത്തുണ്ടായെങ്കിൽ എല്ലാ രൂപത്തിലുള്ള ഫെസിലിറ്റീസും അള്ളാഹു അങ്ങ് കൊടുക്കും
വെക്കടാ, അങ്ങക്ക് സന്തോലത്തെ മേലെ സന്തോലമേ, ഒരു ബേജാറും ഒരു ടെൻഷനും ഇല്ല ചൊല്ലതായിരിക്കും വിഷയം. അപ്പോൾ ദുനിയാവിൽ ഇതിൽ കഷ്ടപ്പെടുന്നെങ്കിൽ ഇതിൽ കഷ്ടപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് ഇതിൽ ത്യാഗം സഹിച്ചിട്ട് ദീനും ദുനിയാവും പഠിച്ചിട്ട് ജീവിച്ചെങ്കിൽ അല്ലാഹു തആല വലിയൊരു സുഖത്തറവ് ചെമ്പ ടൈം എന്ത് കൊടുക്കില്ല. ഇനി ആഖിറത്ത് പോയിട്ട് സ്വർഗത്ത് പോയിട്ട് ആവുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. അതിക്ക് മുന്നേ എന്താ അവിടെ ಅದ್ರ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಹಾಕಿದಂಡ ಮಡಿಕಲೋಡ ಅವನ ಟೆನ್ಷನ್ ಎಲ್ಲ ತಿಂತು ಜಂಡಲೇದೋ ಅವ್ರ ತೀರ್ಮಾನ ಅವಳು ಒಂದು ಅವನ ಟೆನ್ಷನ್ ಸ್ಟಾರ್ಟ್ ಆಯ್ತು അല്ലെങ്കിൽ ಟೆನ್ಷನ್ ತಿಂತು ചില തീരുമാനം മരിക്കലോടെ ആവുള്ളൂ. അത് എപ്പോൾ ചെല്ലതായിരിക്കും വിഷയ, അത് എപ്പോൾ ആവാ നാലൊക്കെ കാക്കൊണ്ടൊന്നുമില്ല, ഇന്ത്യ വേണമെങ്കിൽ ആവുക തീരണ്ടൊന്നുമില്ല. ಅದಕ್ಕೆ സീക്ക് പറഞ്ഞുകൊണ്ടുണ്ടാ, വയസ്സാവുന്നുണ്ടാ, ആക്സിഡൻ്റ് ആവുന്നുണ്ടാ, വലിയ വലിയ മാരകമായ രോഗം ആവുന്നുണ്ടാ, ഒന്നുമില്ല. പക്ഷെ ഞാൻ എന്താവണം റെഡി ആയിട്ട് വെക്കുന്നുണ്ടായിരിക്കും കൂടെ ചൊല്ലി. ഇൻഷാ അല്ലാഹ് ನಾನು ಇಪ್ಪತ್ತು ಮಂದಿ ഒരു ಗಂಟೆ ಆയിരിക്കും ഉസ്താദിനൊക്കെ ടൈം തന്നത്. ആ ഒരു ಗಂಟೆ ഉൾಗಾയിട്ട് ഞങ്ങൾ ക്ലാസ് തീരുന്നത് ലോങ് ആയ ഒരു വിഷയം ആയതുകൊണ്ട് ഷോർട്ടായിട്ട് ഇപ്പോൾ ഞാനിതിരെ തീർത്തുകൊണ്ടില്ല. പവിത്രമായ പരിശുദ്ധമായ യാസീൻ സൂറത്തുള്ള ഒരു ആയത്തുണ്ട്. من بعثنا من مرقدنا قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. പരിശുദ്ധമായ ഖുർആൻ്റെ ഒരു ആയത്തായിരിക്കും. അതായത് ഈ മരിച്ചു പോയ ആൾമാർ എത്ര ടൈം അവിടെ നിൽക്കുന്നു ചൊല്ലതായിരിക്കും ഇവിടെ വിഷയം വന്നേ. എത്ര ടൈം അങ്ങ് കബറിൽ നിൽക്കുന്നു, കബറിൽ ചെന്നെങ്കിൽ ഒന്ന് സ്വർഗത്തെ തോട്ട അല്ലെങ്കിൽ നരകത്തെ കുലി രണ്ട് പേർച്ചെങ്കിൽ കബറും പേർക്കാണെങ്കിൽ ഒന്ന് സ്വർഗത്തെ തോട്ട അല്ലെങ്കിൽ നരകത്തെ കുലിയിൽ എത്ര ടൈം അങ്ങ് നിൽക്കുന്നു ചൊല്ലത്. ഇല യൗമിൽ ഖിയാമ ഖിയാമെന്നാത്തോളം അങ്ങനെ പേരും സ്വർഗത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും, നരകത്തെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. എവിടത്തോളോ ഖിയാമെന്നാത്തോളം ഫസ്റ്റ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിരോട് തോൽ ഇങ്ങനെ എന്തായിട്ടിരിക്കുന്നു, ഇങ്ങനെ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തായിട്ട് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം ഇങ്ങനെ ഊതുമ്പോൾ എല്ലാം എന്താവും ഓർക്കത്തിലെല്ലാം മരിച്ചു പോകുന്നു. അങ്ങനെ ഓർക്കെല്ലാം സ്റ്റോപ്പ് ആവും. നല്ല മയ്യത്താവട്ടെ ബെടക്ക് മയ്യത്താവട്ടെ ശിക്ഷയും സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഹാപ്പിനെസ്സും ഇങ്ങനെ നിഅമത്തും സ്റ്റോപ്പ് ആയിട്ട് എല്ലാം സ്റ്റോപ്പ് ആയിട്ട് വർക്ക് പോലെ. പിന്നെ എത്ര വർഷം കൊണ്ടുണ്ടാ 40 വർഷം ഒരു വർക്ക് പോലെ. ഇതെല്ലാം ചൊല്ലത് ഹദീസിലായിട്ട് നിങ്ങൾക്ക് കബറ് പോയിട്ട് വന്നങ്ങ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ല. ഇവനക്കാരെയും കേൾക്കോടാ ഫോണാക്കിയിട്ട് കേൾക്കോടാ എന്നുള്ള അവസ്ഥയുണ്ട് എന്താവല്ല. ചിലവിടെ മഹാന്മാർക്ക് കിനാവെല്ലാം കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചൊല്ലെങ്കിൽ എങ്ങനെ ചൊല്ലുള്ളൂ? സാദിഖുൽ മുസദ്ദിഖായ ജീവിതത്തിൽ ഒരു പ്രാവശ്യവും കളവ് ചെല്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നതായ ഹദീസിനെ പിടിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒന്ന് ചൊല്ലുന്നുണ്ടായെങ്കിൽ അപ്പോൾ അത് 100% വാസ്തവമായിരിക്കും. നിങ്ങൾ ഈ പള്ളിയുടെ ഉള്ളാറ് ചെല്ലത് എത്ര കറക്റ്റായിട്ടിക്കറ അതിരകാലം ഒന്നും കൂടി സ്ട്രോങ് ആയ നേരായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഓരോരോ വിഷയം അപ്പോൾ അത്രയും ഉറപ്പുള്ളതായിട്ടിക്കര്. അപ്പോൾ 40 വർഷം എന്താ അവിടെ കൊത്തുണ്ട ഒന്നുമില്ലാണ്ട് ഒരു വർക്ക് പോലെ ഇങ്ങനെ ബാക്കി അവിടെ എല്ലാവരും എന്ത് ശിക്ഷയില്ല രക്ഷയില്ല. 40 വർഷം അങ്ങനെ 40 വർഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ടിക്കര് എന്താ അവിടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമതൊരു ഊത്തുമ്പോൾ എല്ലാം എണിച്ചിട്ട് മേൽ പണ്ടാറ്. ഫസ്റ്റ് എനിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങ മദീന ഷരീഫിടെ റൗദത്ത് ഷരീഫിടെ ഫസ്റ്റ് കെഞ്ചി പണ്ട് അതിന് മുട്ടത്ത് അബൂബക്കർ സിദ്ദീഖ് ഉമറുല്ലാവുന്നു പിന്നെ ജന്നത്തുൽ ബഖിയയിലുള്ള ആൾമാർ അങ്ങനെ വന്നിട്ട് ഞങ്ങളെ രാജ്യത്ത് ഈദ്ഗത്തൊന്നും വെച്ചിട്ട് അങ്ങനെ എല്ലാവരും എന്താ അവിടെ മനുഷ്യന്മാർ മാത്രമല്ല എല്ലാ ജീവിയും എന്താ അവിടെ ഇങ്ങനെ എണിച്ച് പണ്ട്. പിന്നെ ചില റിപ്പോർട്ട് ചൊല്ലു അണ്ടൊരു മല വറുണ്ട്, ഭയങ്കരമായ ഒരു മല വന്നിട്ട് ആ മലയുടെ തന്നിൽ ഇങ്ങനെ എല്ലാം രണ്ടാമത് അയാത്തായിട്ട് ഇങ്ങനെ എന്താവും മേല് പറവുണ്ട്. അങ്ങനെ മേല് വന്നിട്ടാവുമ്പോൾ ഇങ്ങനെ കേൾക്കിടാറ് ആര് കാഫിരിങ്ങളായ ബെടക്കായാവുന്നവർ കേൾക്കിടാറ് ഞങ്ങൾ ആരിത് വന്ത്യോ ഞങ്ങൾക്കുള്ള വർക്കിൽ ഇന്നല്ലേ ഇതാരിപ്പോൾ ഞങ്ങളൊന്ന് ബെദ്ദ ഒരു ഇഷ്ടപ്പാക്കും ബെടക്ക ആൾമാർ ചൊല്ലുമ്പോൾ അപ്പം നല്ല ആൾമാർ ചൊല്ലുവാറുള്ള ഹാദാ മാ വഅദ റഹ്മാൻ ഇതായിട്ടിക്കറ് ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് വാഗ്ദാനാക്കിയത്. നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതേ ഫസ്റ്റ് എത്രപ്പെട്ട ക്ലാസ്സിൽ ചൊന്നൂ എത്രപ്പെട്ട ദീൻ പ്രചാരാക്കി ചൊന്നൂ നിങ്ങൾ വെറുതെ ചൊന്നാലല്ലേ ഇതാ അതായിരിക്കും വന്നേ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ നബിമാരെല്ലാം ചൊന്നതായ ആ ഒരു വാസ്തവ ആയിട്ടിക്കറിതാ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല. ഇതാ നോക്കുറിതാ ഞങ്ങൾ പണ്ട് ചൊന്നിട്ടില്ല. നിങ്ങൾ എത്ര പെട്ടെന്ന് ഞങ്ങൾ ചൊന്നറാ കബറുണ്ട് ശിക്ഷ ഉണ്ട് രക്ഷുണ്ട് ചൊന്നിട്ട് വായി വെച്ച് പോയിട്ട് അത്രയും ചെന്നിട്ടാകുമ്പോൾ നിങ്ങൾ അത് വെറുതെ ചൊന്നാറല്ലേ. ഇതാ ഹാദാ മാ വഅദ റഹ്മാൻ ഇത് തൻ്റെ റബ്ബായ റഹ്മാനായ പടച്ചോന് വാഗ്ദാനാക്കിയത് ഇതാ കണ്ടുകൊണ്ടിതാ വസദഖൽ മുർസലൂൻ നബിമാർ ചൊന്നത് ഇതാ നിങ്ങൾക്ക് കാട്ടുകൊണ്ടില്ലേ നബിമാരെല്ലാം ചൊന്നത് ഇത് സത്യമായിട്ടുള്ള അപ്പാട്ടിക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ബർബദായി പണ്ട് ആ പടച്ചോനെ എല്ലാം പൊയ്ത്തല്ലേ ചൊന്നിട്ടു അവിടെ എന്താക്കളാറ് കാഫിരിങ്ങളായ ആൾമാർ ഭയങ്കരം ബേജാറിലും ടെൻഷനിലും അവിടെ ഉണ്ടായിട്ടിക്കറ്. ഇവിടെ ഹദീസിലും പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഞാൻ നിപ്പാട്ടിയ ഇതൊരു വിശാലമായ ഒരു വിഷയമായതുകൊണ്ട് ഞങ്ങൾ ചെമ്മെന്നും
ഈ എല്ലാ നാളും ക്ലാസ്സെല്ലാം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് 1 ഗಂಟೆ മാത്രമേ എനിക്ക് ടൈം ഉള്ളത്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഒരു ഹദീസ് ചൊന്നിട്ട് ഞാൻ ഇപ്പാട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഇന്ന അഹദക്കും ഇദാ മാത ഉരിദ അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ അശിയി. മനുഷ്യന്മാരിൽ പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചു പോയെങ്കിൽ ഉരിദ അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ അശിയി, ജാവുകും പോലുകും ഇതാ അവൻ്റെ മഖഅദ് അല്ലാഹു തആല അവനക്ക് കാണിച്ചു കൊടുക്കറ. അവൻ്റെ മഖഅദ് ചുന്തിയന്തര ಗೊತ್ತುಂಡ ಅವನು ನೆಕ್ಸ್ಟ್ ಪರ್ಮನೆಂಟ್ ಆയിട്ട് നിൽക്കാനൊക്കെ എത്ത പ്ലേസിലെ അള്ളാഹു സുബ്ഹാനഹു താല കാട്ടി ഓണ്ടിക്കട ജാവും പോലും പാടെ കാട്ടരെ അവൻ കഷ്ടപ്പെടുന്നു ചെന്നിട്ട് അവൻ നരകവാസി ഉണ്ടായെങ്കിൽ അവർ നരകത്തെ അനുഭവിക്കട്ടിതാ ചെന്നിട്ട് പാടയും കാട്ടിയും കൊടുക്കറ. ഇൻകാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലി വഇൻകാന മിൻ അഹ്ലിൽ ജന്നതി വഇൻകാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ. ഇനി അവനതാ സ്വർഗത്തെ ആളുണ്ടായെങ്കിൽ ഓരോരോ സമയത്തും അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധമായ സുന്ദരമായ സ്വർഗത്തെ ഇങ്ങനെ അവനക്ക് കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവനക്ക് ഭയങ്കരമായ കൊസിയാവോട് കൊസിര മേലെ കൊസിരി അങ്ങനെ അവൻ എന്തൊരു ചൊല്ലകൊന്നിട്ട് പടച്ചോനെ എപ്പോഴൊക്കെ കിയാമത്താവളോ വേഗം കിയാമത്തനാൾ നായ്മയാവുന്ന നാവൊന്ന് പോയിന്റ് അവിടേക്ക് ചെന്നിട്ടു ആശപ്പെടാനിക്കത്തൊരു അവസ്ഥ ഉണ്ടാവുണ്ടു. സാദിഖുൽ മുസദ്ദിഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, വൈൻകാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാരി ഫയഖാലു ഹാദാ മഖഅദുക. ഇനി അതാ ആ മയ്യത്ത് നരകത്തഹലുകാരുണ്ടായെങ്കിൽ അത് അല്ലാഹു തആല അവനോട്ട നരക കാട്ടിട്ട് ചൊല്ല, ഹാദാ മഖഅദുക, നിന്റെ ജാഗ്യത കാണ്ടത അവിടെ കാട്ടിക്കിറി നീന് പോണ്ടേ. ഹത്താ യബഅസക അല്ലാഹു യൗമൽ ഖിയാമ. അങ്ങനെ ഖിയാമന്നാൾ തോലവും അവൻ അതേ നോക്കി ടെൻഷൻ അടിച്ചിട്ട് അവൻ്റെ ഇടീ ഖബർ ജീവിതമേ വലിയ ബേജാറിലാവുണ്ടായിട്ടിക്കറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലേ, അതുകൊണ്ട് ഖബറെന്ന് കേട്ടാൽ ക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ നീ വാവിറ്റ് കരയേണ്ടതാ. മഹാന്മാർ പാടിയ ചില കവിയുണ്ട്. നിങ്ങൾ ഖബറിന്നിങ്ങനെ കേൾക്കുമ്പോൾ സുലാബാൻ്റെ പേടിക്കണ്ട. ഖബറിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ റബ്ബ് എന്താവൻ ഓർക്കുക, അങ്ങനെ നെറ്റി പോലും റഹ്മാനായ പടച്ചറബേ നിന്റെ ദുനിയാവിടെ അകത്ര വേഗം തീർ കൊറിയ ടൈം മാത്രമായിട്ട് കയറി നിന്റെ ഖബർ ജീവിത ചെല്ലത് ഇനി പെർമനൻ്റായ ഉഹ്റവിയായ ജീവിതത്തോ ട്രാവലിംഗോ നിന്റെ അകല്ലേ നിന്റെ സ്റ്റേയിങ് ജാഗല്ലേ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നുകൊണ്ട് പോയിണ്ടിരിക്കുമ്പോൾ ഒരു പോലീസിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനോട് കേൾക്കടാ, യാ ഇബ്രാഹിം ഇബ്നു അദ്ഹം, നക്ക് ജാഗ് തപ്പിപ്പോയിലൂടെ ആൾമാരെല്ലാം ഉള്ളൊരു ജാഗ് ഒന്ന് നക്ക് കാട്ടി തരണോട്ട് ബഹുമാനപ്പെട്ട സൂഫി വര്യനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനോട് കേട്ടപ്പ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു ആ പോലീസിലവൻ്റെ കൈ പിടിച്ചിട്ട് കുട്ടിയമ്മോണ്ടു എനിക്ക് ബേനായത് മനുഷ്യന്മാരെല്ലാം ചമ്മ ഉള്ള ജാഗല്ലേ പോയി ചെന്നിട്ടു. അങ്ങനെ കുട്ടിയം പോയിട്ട് ആ മനുഷ്യരെ ആ പോലീസിലുണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു എത്തുപാട്ടിയ ജാഗയോടെ കൊണ്ടുണ്ട ഒരു ഖബർസ്ഥാനത്തുകായിട്ടിക്കറ്. ഖബർസ്ഥാനത്ത് പോയി കണ്ട ഇതായിട്ടിക്കറ് ആൾമാരെല്ലാം ഉള്ള ജാഗെ. അപ്പൊ മനുഷ്യന്മാർ യാറ് ഉള്ള ജാഗ ഊടല്ല ഭൂമിയല്ല, ഇത് ഭൂമിയുടെ കീഴായിട്ടിക്കറ്. നിങ്ങൾ നോക്കൂർ കുറേ വർഷം കൊണ്ട് ഉടുത്ത ആളിന്നാണ് ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ് 2 വട്ട ക്ലാസ്സിനകത്ത് കൂടി ഇതേ പള്ളിയിൽ അപ്പനൊക്കെ ഓർമ്മ കൊണ്ട് ഇത്ര മുഖോടെ കണ്ടുകൊണ്ടിരുത്ത്. ഇനി ആ മുഖമൊന്നും ഇപ്പം കണ്ടുകൊണ്ടില്ല, ഇതേപോലെ ആയിട്ടിക്കറ്. ഇനി ഒരാൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടിക്കറ്. എല്ലാ ആൾക്കാരും മണ്ണിയുടെ അടിയിൽ ഇങ്ങനെ കൂറ്റിക്കറാറ്. എല്ലാ ആൾക്കാരും അങ്ങനെ രക്ഷ അല്ലെങ്കിൽ ശിക്ഷയുടെ വീടായ ഖബർ കാട്ടിക്കറി എത്രേ. അല്ലാഹു തആല ഈ പരിശുദ്ധമായ ഇൽമുടെ ഹക്ക് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. റഹ്മാനായ പടച്ച റബ്ബേ, ഞങ്ങളുടേതായ ചെന്നതായ ഇൽമ് നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ചെന്നതായ ഇൽമും കേട്ടതായതും നീ ഒരു പവിത്രമായ അമലാക്കണേ റഹ്മാനെ. അതിലെ കാരണം കൊണ്ട് ഞങ്ങളെ ആഖിറ ജീവിതം ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ചും ഞങ്ങൾക്ക് വേണ്ടതായ വലിയ സീക്ക് പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഖബറിൽ നല്ലൊരു റാഹത്ത് നീ തരണേ റഹ്മാനെ. റഹ്മാനായ പടച്ച റബ്ബേ, ഞങ്ങളെ ഈ പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ കുറേ ആൾ ചോറ് തന്നവല്ലാറ് പൈസ തന്നവല്ലാറ് ഞങ്ങൾക്കെല്ലാം ഹെൽപ്പാക്കിയ ഇതേ ജമാത്ര ചമ്മ ആൾമാർ ഇപ്പം ഖബറിലുള്ള റഹ്മാനായ പടച്ച റബ്ബേ, ഞങ്ങളുടേതാ പഠിച്ചതായ ഇൽമുടെ ആ മിസ്ല് സവാബ് അങ്ങനെ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. കൂടെ അങ്ങനെ ഞങ്ങൾക്ക് ഹെൽപ്പാക്കിയത് കൊണ്ടായിരിക്കും ഞങ്ങൾ പഠിക്കുകയുടെ റഹ്മാനായ പടച്ച റബ്ബേ. ഈ ഞങ്ങളെ ഈ മജ്ലിസ് കണ്ടിട്ട് സന്തോഷിക്കാനൊരു അവസ്ഥ അങ്ക് നീ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ മരണപ്പെട്ടു പോയവർ ഈ ഇരുന്ന ആൾക്കാർ ചമ്മ ആൾമാർ മരിച്ചങ്ങുള്ളാറ് റഹ്മാനെ. എല്ലാവരും ഖബർ നീ സന്തോഷത്തിൽ
സ്വർഗത്തിലാക്കണേ അല്ല. ഞങ്ങളെ ബാപ്പ അതേപോലെ ഞങ്ങളെ ഹക്കം ഉസ്താദ് ഖബറിലുണ്ട് റഹ്മാനെ റബ്ബേ. ഉസ്താദ്മാരെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. ദർജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഹക്കടവാടെന്തും വെക്കാണ്ട് എല്ലാവിധ ഖൈറും ചെയ്തിട്ട് ആൾക്കാരോട് പുറത്തേക്ക് കേട്ടിട്ട് നല്ലൊരു സമയത്ത് നല്ലൊരു നാളിൽ പുഞ്ചിരിച്ചും കൊണ്ട് നല്ലൊരു മരണം ഞങ്ങൾക്ക് നീ താ റഹ്മാനെ. നല്ലൊരു മരണം നീ താ റഹ്മാനെ. ഹുസ്നുൽ ഖാത്തിമ തരണേ റബ്ബേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹുസ്നുൽ ഖാത്തിമ തരണേ റഹ്മാനെ. മരണത്തെ ആണുമ്പല സൈക്കോകാവിടാനിക്കത്തൊരു തോക്കത്ത് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. പടച്ച റബ്ബേ ഈ പരിശുദ്ധമായ റമദാന് ഖൈറായി സാക്ഷരിക്കാനിക്കത്തൊരു അവസ്ഥ ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഇനിയും ഒരുപാട് റമദാൻ ഇങ്ങനെ കൂടിയിട്ട് ക്ലാസ് എടുക്കും, ക്ലാസ് കേൾക്കും, നോമ്പ് പിടിക്കും, ഇഫ്താർ കൊണ്ട് സദഖ ചെയ്യുകയും എല്ലാവിധ ഖൈർ ചെയ്യുകയും ഖുർആൻ ഓതുകയും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. കൂടെ നടക്കാനിക്കത്ത ദർസ് ഉസ്താദ്മാർ റഹ്മാനായ റബ്ബേ അതിന് ഖിയാമത്താൽ നിലനിർത്തണേ റഹ്മാനെ. ಅದಕ್ಕೆ ಬೇನಾയിട്ട് മുത്താലിം വേനായിട്ട് ചോറ് കൊടുക്കണമുള്ള പൈസ കൊടുക്കണമുള്ള സഹായിക്കണമുള്ള അങ്ങ് എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഖൈറിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും നമുക്ക് വേനായിട്ട് ദുആ ചെയ്യണം. വസിയത്താക്കുന്നില്ല.